യെശയ്യാവിൻ്റെ പുസ്തകം 9:3 നമുക്ക് വായിക്കാം. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതി വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. ഇത് വായിച്ചിട്ട് അടുത്ത് അതിൻ്റെ 7-ാമത്തെ വാക്യം. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്ക് സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടി സ്ഥാപിച്ചു നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും. അതിൻ്റെ 6 വായിച്ചേ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ സ്വർഗ്ഗ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്ന സ്തോത്രം. ഈ വചനത്തെയും തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. ഈ വചനം സംസാരിക്കുന്ന പകൽക്കാലം അടിയനങ്ങ് തിരഞ്ഞെടുത്തതിനെ ഓർത്ത് സ്തോത്രം. അടിയനെ പൂർണ്ണമായി അവിടുത്തെ തൃക്കരം സമർപ്പിക്കുമ്പോൾ തൻ്റെ ശുശ്രൂഷ, തേജസ്സിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ, മഹത്വത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ, വീര്യപ്രവൃത്തിയുടെ ശുശ്രൂഷ ചെയ്യത്തക്ക വണ്ണം അവിടുന്ന് കഴുകി ശുദ്ധീകരിച്ച് കൃപയിലും കൃപാവരങ്ങളും വീര്യപ്രവൃത്തികളും അത്ഭുതങ്ങളും ചെയ്യത്തക്കണ സ്വർഗത്തിൽ നിന്ന് വിളിച്ചു വേർതിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യാണ്. ഈ വചനം ഏതാത്മാവിൽ അതേ ആത്മാവിൽ നിന്ന് ചെയ്യുവാൻ, വചനത്തിൻ്റെ മർമ്മങ്ങൾ ആഴങ്ങൾ വെളിപ്പെടുവാൻ, വചനത്തിന് വിരോധമായി, കേൾവിക്ക് വിരോധമായി വ്യാപരിക്കുന്ന, തൻ്റെ മക്കൾക്ക് വിടുതലെടുക്കാൻ കഴിയാതെ വ്യാപരിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികളെ, ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാര ഭൂമികളെ ഞാൻ സ്വർഗത്തിൻ്റെ ഭൂമിക്കും അധികാരം യേശു നാം ശാസിക്കുന്നു. വന്നിരിക്കുന്ന ജനത്തെ മുത്തിലിടുന്നു. ഇന്ന് വരുവാൻ ആരെങ്കിലും കഴിയാതെ ഭാരപ്പെടുന്ന അവിടെ അത്ഭുതം ചെയ്യണം. ഭവനത്തിലെ കുഞ്ഞുങ്ങളെയൊക്കെ സൂക്ഷിക്കണം. അടിയൻ്റെ കുഞ്ഞിലെ കുടുംബത്തെ മുത്തിലിടുന്നു. തൻ്റെ തലമുറകൾ ദൈവങ്ങൾ സമർപ്പിക്കുന്നു. ശബ്ദം വെളിച്ചമെല്ലാം അനുഗ്രഹിക്കണം. ഇവിടെ നടക്കുന്ന ദൈവമേ ശുശ്രൂഷ അനുഗ്രഹിക്കണം. ഈ ശബ്ദം കേൾക്കുന്ന മന്ന TV-യിലൂടെയും മീഡിയ ടുഡേ ചാനലിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും ലോകമെമ്പാടും കേൾക്കുന്ന സകലവരെയും അനുഗ്രഹിക്കണം. ഇത് കേൾക്കുമ്പോൾ അവരൊരു അത്ഭുതമായി തീരണം. അവർക്കൊരത്ഭുതമായി തീരണം. അവരുടെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇവിടെ മാത്രമല്ല പട്ടണത്തിൻ്റെ വൻകരകളിൽ അത്ഭുതം സംഭവിക്കത്തക്കണം. വൻകരകളിൽ പട്ടണത്തിൽ മുതൽ ഗ്രാമം മുതൽ വിദേശം മുതൽ ലോകമെമ്പാടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പ്രാർത്ഥനയ്ക്ക് അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിനായി സ്തോത്രം. കാര്യം എന്താ? ദൈവം വർദ്ധിപ്പിക്കുന്ന ദൈവം, വിടുവിക്കുന്ന ദൈവം, അത്ഭുതം ചെയ്യുന്ന ദൈവം, സൗഖ്യമെന്നോ തൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനത്തിലും പരിജ്ഞാന കൃപയിൽ നിറയ്ക്കണം. അവിടെ നിന്ന് മാനിക്കണം. അനേകർക്കൊരു ആശ്വാസമായി തീരുവാൻ, അനേകർക്ക് മക്കൾക്കൊരു അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഓരോ വാക്കുകളും അവിടുത്തെ വാക്കുകളായി തീരട്ടെ. ദൈവഹിതമില്ലാത്ത മനുഷ്യ ചിന്തകൾ തൻ്റെ ബുദ്ധിമണ്ഡലത്തിൽ നിന്നും വേണ്ട. അവിടെ നിന്ന് എന്താണെന്ന് തൻ്റെ മക്കൾ സംസാരിക്കുന്നത് അതങ്ങ് വെളിപ്പെടുന്നതിനായി സ്തോത്രം. അവിടെ നിന്ന് നിറയ്ക്കണം, കൃപയിൽ പൊതിയണം. അവിടെ തടീനെ താഴ്ത്തുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് കൂടെ ഇരിക്കണം. യേശു നാമത്തന്നെ ആമേൻ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഇവിടെ വായിച്ചത് നമ്മൾ വാഗ്ദത്തം തന്നെയാണ് നമ്മൾ വായിച്ചു. നമ്മുടെ അനുഗ്രഹത്തിൻ്റെ അടുത്ത പടിയിലോട്ട് ദൈവം കൊണ്ടുപോകുന്നൊരു ഭാഗം തന്നെയാണ്. നമ്മൾ യെശയ്യാവിൻ്റെ 9:3 ഇങ്ങനെയാണ് വായിച്ചത്. നീ വർദ്ധിച്ചിട്ടില്ലാത്ത ജാതി വർദ്ധിക്കുകയും അവർ നിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടും പോലെയും ആകുന്നു. ഇതാണ് നമ്മുടെ വാഗ്ദത്ത വചനം, അല്ലേ? എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മൾ ആദ്യം എടുത്ത് ഇവിടെ പ്രസംഗിച്ച ഒരു വർധനയെക്കുറിച്ച് തന്നെയാണ് ഇന്നും എനിക്ക് പറയാനുള്ളത്. ഒരു വർധനയെക്കുറിച്ച് തന്നെയാണ്. ഒരു ദിവസം നമ്മൾ പ്രസംഗിച്ച വർധന തീരത്തില്ല. എന്തിന്? എൻ്റെ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വർദ്ധിക്കും. അബ്രഹാമിന് പറഞ്ഞു, നിന്നെ ഒരു കുഞ്ഞിനല്ല നിർത്താൻ പോകണത്, അനേക കുഞ്ഞുങ്ങളെ വർദ്ധിപ്പിക്കത്തണം. നിൻ്റെ മേൽ അതങ്ങ് പകർന്നുകൊണ്ടിരിക്കുക. ഒന്നിൽ നിന്നും. അത് ഒരു ദിവസമല്ല, 9 ദിവസമല്ല, 9 വർഷമല്ല. ഈ കർത്താവിൻ്റെ വരവോളം വർധനയാണ്. എന്നാൽ അതിൽ നിന്നും
ചില ഭാഗങ്ങൾ അതിന് ചെറിയ ഒരു ഭാഗത്ത് നമുക്ക് ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തത് അതിൻ്റെ 6-ാം വാക്യം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും, അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും അവന്റെ ആധിപത്യത്തിന് വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകില്ല. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്ക് സമാധാനം, അല്ലേ? ആദ്യം സമാധാനവും സമാധാനത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്നതാണ്. ഇന്ന് നമുക്ക് ദൈവം ചെയ്യുന്ന വലിയ വിടുതലിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യാണ്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. അതാരാ? ഇന്ന് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു സമാധാനത്തിന് വേണ്ടി. ഇന്ന് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. ഇതാ ഒരു ശിശു ജനിച്ചിരിക്കുന്നു. ഇതാ ഒരു ശിശുവിനെ കാണിക്കുന്ന ദൈവം. അവൻ ശിശുവായിട്ട് ഇറങ്ങി വന്ന ദൈവമാണ്. നമ്മുടെ മധ്യേ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ മഹത്വത്തിൽ നിന്നുകൊണ്ട് പിതാവിൻ്റെ പുത്രനായ കർത്താവ് യേശു ക്രിസ്തു മനുഷ്യൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നു. മറിയയുടെ ഉദരത്തിൽ ഒരു ശിശുവായി. അന്ന് ആട്ടിടയന്മാർക്ക് പറഞ്ഞു, ഇതാ നിങ്ങൾക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഇതാ ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിട്ട് അതാരാണ്? സാധാരണ വ്യക്തിയല്ല. അത് എന്നും നിങ്ങൾ കാണുന്ന എല്ലാ കുഞ്ഞുങ്ങളെപ്പോലെ അല്ല. ഒരുപാട് കുഞ്ഞുങ്ങൾ ജനിക്കാറുണ്ട്, ഒരുപാട് കുഞ്ഞുങ്ങൾ മകൻ വലുതാവാറുണ്ട്. സാധാരണ കുഞ്ഞല്ല. ഈ കുഞ്ഞ് വ്യത്യസ്തമാണ്. ഇത് വ്യത്യസ്തമാണ്. എല്ലാവരെക്കാട്ടി വ്യത്യസ്തമായതുകൊണ്ട് അതുകൊണ്ടാണ് ഇതിനൊരു ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഇന്ന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. യേശുവിൻ്റെ അടുക്കലേക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഇന്ന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നീ ആരാധിക്കുന്ന ദൈവം ഒരുപാട് പ്രത്യേകതയുള്ളവനാ. നീ വിളിക്കുന്നവൻ ഒരുപാട് പ്രത്യേകത ഉള്ളവനാ. ഒരുപാട് പ്രത്യേകത ഉണ്ട്. എൻ്റെ യേശുവിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. അവൻ ആരാണെന്ന് ഇന്ന് വെളിപ്പെടുത്തുകയാണ്. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. ആധിപത്യം എവിടെ ഇരിക്കും? തോളിലിരിക്കും. അങ്ങനെയാണെങ്കിൽ ചില ആധിപത്യങ്ങളുടെ തോളിരിക്കത്തക്ക ഒരു പദവിയെ ദൈവം നിങ്ങൾക്കായി ഇന്ന് തരികയാണ്. ഈ പ്രഭാതത്തിൽ ചില പദവികൾ ഉയർത്തത്തക്ക വണ്ണം ചില പദവികൾ, ആധിപത്യത്തിൻ്റെ പദവികളെ ദൈവം പിടിച്ചു കയറ്റുകയാണ്. വർധനയുടെ നീ ഗവൺമെന്റ് തലത്തിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, നീ പ്രൈവറ്റ് തലത്തിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിനക്കൊരു വർധന കാണിക്കുന്നു, ഒരു പ്രമോഷനെ കാണിക്കുന്നുണ്ട്. കാര്യം അത് ആധിപത്യം അവന്റെ തോളിലായതുകൊണ്ടാ. തോളിൽ ചില സ്റ്റാറുകൾ നിനക്ക് വേണ്ടി വരുന്നുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട്, ഒരു DGPയോട് ഇതാ വിളിച്ചു പറയുന്നു, നീ പട്ടാളക്കാരോട് വിളിച്ചു പറയുന്നു, നിന്റെ ഡിപ്പാർട്ട്മെന്റിലായിരിക്കുന്ന ഉദ്യോഗസ്ഥർ വിളിച്ചു പറയുന്നു, ഈ വർഷം നിന്റെ സ്റ്റാറുകൾ കൂടുന്നുണ്ട്, ഏറ്റെടുത്തോ. ഒരു പോലീസിനോട് പറയുന്നു, നീ സാധാരണ ഒരു പോലീസുകാരനാ, ഒരു സ്റ്റാറും നിനക്കില്ല, നിന്റെ കൂടെ ഉള്ളവർക്ക് സ്റ്റാറേ ഉള്ളൂ. എന്നാ സ്റ്റാറുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. ആധിപത്യം, പ്രമോഷൻ. ദൈവ പൈതലേ, നീ ആയിരിക്കുന്നിടത്ത് പറയും, എന്നെ ആരും കണ്ടിട്ടില്ല, എനിക്കൊരു പ്രമോഷനും ഇല്ല, ഞാൻ എന്നും തൂപ്പുകാരിയാ, ഞാൻ എന്നും ബാത്റൂം കഴുകുന്നവളാ, എനിക്കൊരു പ്രമോഷനും ഇല്ല. അംഗീകാരം കിട്ടാതെ നിന്നെ ചവിട്ടി താഴ്ത്തി ഒരിടത്ത് ഒതുക്കിയെടുത്തതുകൊണ്ട് എൻ്റെ ദൈവം നിന്നെ പൊക്കിയെടുക്കുന്ന വർഷമാണ്. നിന്നെ പൊക്കിയെടുക്കുന്ന വർഷം 2024. വർധനയ്ക്ക് കാരണം അവൻ നിന്നെ പൊക്കിയെടുക്കുന്നുണ്ട്. എവിടെയൊക്കെയോ പതുങ്ങിക്കിടന്ന അനുഭവങ്ങളെ പ്രമോഷനോടെ ചില സ്റ്റാറുകൾ നിന്റെ മേൽ വീഴുന്നുണ്ട്. പിടിച്ചോ,
റബറിക തരജന ശബലബല തരബ അസ്തല ബൗഡവ രംദല ബൗഡവ രാജവദീന. ഈ വചനം കേൾക്കുന്ന ചാനൽ കൂടെ ദൈവമക്കളെ, നീ ഒരു ഉദ്യോഗസ്ഥനായിരിക്കാം, നിന്റെ പ്രമോഷന് ഇതാ തുടക്കം കുറിക്കുന്നുണ്ട്. 2024 പരിശുദ്ധാത്മാ പറയുന്നു, ഓ ആധിപത്യ തോൽമേൽ സ്റ്റാറുകളുടെ എണ്ണം, പദവിയെ മാനിക്കുന്ന ദൈവം ചില പദവികൾ അംഗീകരിക്കുന്ന വർഷമാണ് ഈ വർഷം. ദൈവത്തെ അറിയാം, നമ്മൾ ആത്മീയം നിറയുന്നവൻ പൗദ്യത്തെ കൊണ്ടുപോകും. നമ്മളെ വാക്തത്വം എന്താ? ആത്മീയം നിറയുന്നവൻ പൗദ്യത്തിൽ കൊണ്ടുപോകും. ഒരു വർധനയാണ്. അങ്ങനെയാണെങ്കിൽ ആമേ, നിന്റെ പ്രമോഷൻ ഒരു വർധനയുണ്ട്. ആമേ, നീ ചെയ്യുന്ന ഏത് ജോലി ആയിക്കോട്ടെ, ആമേ ഹല്ലേലൂയ. ഒരു സാധാരണ ഒരു കൂലിപ്പണിക്കാരോട് വിളിക്കുകയാണ്. ആമേ പറയാ, നീ സാധാരണ ഒരു നമ്മ തൂമ്പ വെട്ടുന്നവനാ, സാധാരണ ആമേ ഒരു കൂലിപ്പണിക്കാരനാ. ആമേ, ഇന്ന് ദൈവം നിന്നോട് പറയുന്നു, ആമേ ഒരു ദൂത്, ആമേ ഓ ഹല്ലേലൂയ, ആ ബ്രദറിനോട് വിളിച്ചു പറയുന്നു, പരിശുദ്ധ പറയുന്നു, നിന്റെ മേൽ ഒരു പ്രമോഷൻ വീഴുന്നുണ്ട്. ഓ ശകമന, അതെനിക്കത് ആമേ പ്രാപിച്ചോ. നിന്റെ മേൽ ഒരു പ്രമോഷൻ വീഴുന്നുണ്ട്. നിന്റെ ജോലി മാറുന്നുണ്ട്. ശബരിക മന ബ്രദറെ, നിന്റെ മേലൊരു നിന്നെ ദൈവം പൊക്കിയെടുക്കുന്നു. ദൈവ പ്രമോഷത്തിൽ നിന്ന് ദൈവം മാറ്റിയെടുക്കുന്നുണ്ട്. പിടിച്ചോ സമാനമന പ്രാപിച്ചോ. വിട്ടുകൊണ്ട് ഇത് സംഭവിക്കട്ടെ. നിന്റെ തോളിൽ ആധിപത്യമുണ്ട്. അവിടെ നിന്ന് വിടുന്നുണ്ട്. യെസ്, ഈ പ്രഭാതത്തിൽ അവിടെ അത്ഭുതം ചെയ്യുന്നു. യെസ്, തീ പിടിക്കുന്നു. ഇവരെ തീ പിടിക്കുന്നു. ഓ, അത് സംഭവിക്കട്ടെ. ഈ മനം വരട്ടെ, ഈ പിതാവിനെ വരട്ടെ. ഇവർ സാധാരണ ഒരു കൂലിപ്പണിക്കാരനാ. ദൈവം വിളിച്ച് തന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുന്നു. ആധിപത്യം എവിടെ ഇരിക്കുന്നു? തോളിരിക്കുന്നു. അതാ വീഴുന്നോണ്ടിരിക്കുക. അതിന് നിൽക്കാൻ പറ്റാത്ത ഒരു തീയ അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. ഓ സ്റ്റാറുകള് ഉദ്യോഗസ്ഥന്റെ മേൽ ഹല്ലേലൂയ. ആമേ, എനിക്ക് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റാറുകൾ വീഴുന്നുണ്ട്. അതുപോലെ അംഗീകാരം തരുന്ന വർഷം, നിന്നെ ദൈവം അംഗീകരിക്കുന്ന വർഷം. ഓ ദൈവത്തിന്റെ വേലയ്ക്ക് വേർതിരിക്കുന്ന ദൈവദാസന്മാരെ, പ്രമോഷൻ തുറന്നു വിടുക. പ്രമോഷൻ കയറ്റുന്നു. ദൈവം കയറ്റി വിടുന്നു. അടുത്ത അത്ഭുത മന്ത്രി. ആദ്യം പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ, മനസ്സിലാവാത്തോണ്ട് പറയുന്നു, ഇത് പറഞ്ഞത് നിന്റെ മേലെ അത്ഭുതം ചെയ്യും. ആമേ, അത്ഭുതം ചെയ്യും. അതാ സംഭവിക്കുന്നത്. ഒരു അത്ഭുതം ചെയ്യും. പിടിച്ചട് യേശു ക്രിസ്തുവിന്റെ നാമത്തില് അവൻ അത്ഭുത മന്ത്രി. ഓ ശബരവരവ അഥലവ രഗലവ ശംദലവ ഊടവ രംദലവ ഊട രീഗ മാന. ഓ അവൻ അത്ഭുതം ചെയ്യും. യെസ്. ഓ അത്ഭുതം ചെയ്യും. അത്ഭുത മന്ത്രി എന്ന് പറയുന്നു. നമുക്ക് ഒരുപാട് മന്ത്രിമാരില്ലേ? ഇവിടെ മന്ത്രിമാർ അത്ഭുതം ചെയ്യാറുണ്ടോ? അവർക്ക് കിട്ടിയ ഫണ്ട് കൊടുത്ത ചെയ്തിട്ട് പോകും, ചെയ്യാതെയും പോകും. അതൊക്കെ തന്നെയാണ് ആത്മാവിൽ എനിക്ക് പറയാനുള്ളത്. ചെയ്തെന്ന് പറയാം, അല്ലേ? ചെയ്തില്ലെങ്കിൽ ചെയ്തെന്ന് പറയാം. കാര്യം എന്താണ്? ഒരു റോഡ് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്. മന്ത്രി ഒറ്റയ്ക്ക് പോവുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഈ റോഡെല്ലാം ടാറാവട്ടെ. വലിയ പടുകുഴി കിടക്കുക. മന്ത്രി അങ്ങോട്ട് നടന്നു പോയപ്പോൾ റോഡെല്ലാം ഭയങ്കര കുളമായി കിടക്കുക. വാഴക്കൃഷിക്ക് വേണ്ടി പറ്റിയ കുഴിയെടുത്ത് ഇട്ടയ്ക്കുക. മന്ത്രിയെ കുറ്റപ്പെടുത്തുന്നതല്ല, അടുത്ത് പറയാം. ഈ സാധാരണ മന്ത്രി പോയപ്പോൾ ഈ കുഴി കണ്ടിട്ട് പറഞ്ഞു, ഈ റോഡെല്ലാം ടാറാവട്ടെ, സൂപ്പർ ടാറാവട്ടെ, റബ്ബർ ടാറാവട്ടെ. കണ്ണടച്ച് നോക്കിയിട്ട്
നോക്കുമ്പോൾ അത് അങ്ങനെ തന്നെ കിടക്കണം. ഇത് അങ്ങനെ തന്നെയാണ് കിടക്കണത്. കാര്യം എന്താണ്? നമ്മുടെ മന്ത്രിമാർക്കൊന്നും ഒരു അത്ഭുതം ചെയ്യാൻ പറ്റൂല. പക്ഷേ ഇവിടത്തെ മന്ത്രി എന്ന് പറയുന്നത് സാധാരണ മന്ത്രി അല്ല. ഈ ഡിപ്പാർട്ട്മെന്റ് ഭരിക്കുന്ന മന്ത്രി അല്ല. ഇത് പൗദ്യത്തിൽ ഭരിക്കുന്ന മന്ത്രി ആയോണ്ടാ ചെയ്യാൻ പറ്റാത്തത്. സ്വർഗം ഭരിക്കുന്ന മന്ത്രി വേറെയാ. ഇന്ന് സ്വർഗവും ഭൂമിയും ഭരിക്കുന്ന ഒരു മന്ത്രിയുണ്ട്. സകലത്തിന്റെ മേൽ അധികാരമുള്ളൊരു മന്ത്രിയുണ്ട്. വചനം പറയുന്ന ആ മന്ത്രിയുടെ പേരാ സ്വർഗം അവന്റെ സിംഹാസനവും ഭൂമി അവന്റെ പാദപീഠമാകുന്നു. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം. അപ്പൊ രാജാവ് എവിടെ ഇരിക്കുന്നത്? സ്വർഗത്തില്. ചവിട്ടിയിരിക്കുന്ന എവിടെയാ? ഭൂമിയില്. ആ പാദത്തിൽ ഇരുന്നു കൊണ്ട് പറയുന്നു, അവൻ അത്ഭുതം ചെയ്യും. അവന്റെ കാലുകളുടെ നീളം വലുതാണ്. ഓ, മഹത്വത്തിന് വലുതാണ്. അവൻ അത്ഭുതം ചെയ്യുന്നത് കൊണ്ടാണ്. എൻ്റെ കർത്താവാണ് നടന്നു പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ കർത്താവാണ് നിന്റെ റോഡ് കുഴിഞ്ഞടക്കം നോക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പോകുമ്പോഴേ ഞാൻ യാത്ര ചെയ്യാറുണ്ട്. ഇവിടെ നിന്ന് വെള്ളനാട് പല റോഡുകളും ഇങ്ങനെ നടന്നു പോകും. ചില ഇടുക്ക് റോഡുകൾ ഞാൻ പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും. ചില റോഡുകളെന്ന് പറഞ്ഞാൽ അയ്യോ വീണ് ഒരിക്കൽ ചെന്ന് നമ്മളെ വിളപ്പിശാല വഴി വന്നു. ഈ കുണ്ടാങ്കടവിൻ്റെ ഇടയും അവിടെ നിന്ന് ഇടയ്ക്കൊരു റോഡുണ്ട്, ഒരു കുഴിയുണ്ട്. അവിടെ ഇപ്പോഴേ നിവർത്തിയത് ചെന്ന് വീഴുന്നു കൊടുത്തു വലിയ കുഴിയിൽ. നട്ടല് വന്ന് ഒറ്റ ഇങ്ങനെ ഇടി. എന്നുവെച്ചാൽ അവർ സൈഡിൽ അങ്ങനെ ഇട്ടേക്കുന്നത് ഓടയ്ക്ക് വേണ്ടി. ഇപ്പോഴെല്ലാവരും അറിയാം, ആ വഴി പോകുന്ന കുണ്ടാങ്കടവിൻ്റെ ഇടയ്ക്കൊരു ഭാഗമുണ്ട്, രണ്ടുമൂന്നെണ്ണം ചെന്ന് വീഴുന്നു. കർത്താവെ വന്നവൻ പിടിക്കാൻ പറ്റില്ല, കാണുന്ന ഇടയ്ക്ക് ചെറിയ രണ്ടുമൂന്നെണ്ണം ഇങ്ങനെ വെട്ടിയിട്ടിട്ടുണ്ട്, ഈ വേസ്റ്റ് വെള്ളം പോകുന്നതിന് വേണ്ടിയുള്ള രീതിയിൽ. അത് ഇടയ്ക്കും സൈഡൊന്നുമല്ല, ഇത്തിരി മദ്യമാണ് ഇട്ടിരിക്കുന്നത്. അവർ അവിടെ വിഴാറുണ്ട്. ഒന്നും രണ്ടല്ല, ഒരുപാട് പ്രാവശ്യം ഞാൻ വീഴുന്നു. ഈ വിഴുമ്പോഴൊക്കെ പറയും, ദൈവമേ ഇത് നികത്തിയിരുന്നേ കൊള്ളായിരുന്നു. ഞാൻ പല റോഡും ഇടിഞ്ഞു കിടക്കുന്നതും പൊളിഞ്ഞു കിടക്കുന്നതൊക്കെ പ്രാർത്ഥിക്കും. ആമേ, ഏതൊക്കെ റോഡ് പ്രാർത്ഥിച്ചിട്ടുണ്ടോ എൻ്റെ ദൈവം അത്ഭുതം ചെയ്തിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ ഹല്ലേലൂയ അടുത്ത സെക്കൻഡിൽ നമ്മൾ എവിടെയെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന റോഡുണ്ടെങ്കിൽ, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ റോഡുകൾ പൊളിഞ്ഞു കിടക്കുന്ന റോഡുകളെ ആമേ ഹല്ലേലൂയ അത്ഭുതം ചെയ്യുവാൻ ആമേ അധികാരികളുടെ അധികാരികൾക്ക് ഇടപെടത്തക്കവണ്ണം അവൻ അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യോ. അവൻ അതുകൊണ്ടാ അവൻ അത്ഭുത മന്ത്രി എന്ന് പറയുന്നത്. നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു കർത്താവിനകത്ത് വന്നിട്ടുണ്ട്. ഓ ഹല്ലേലൂയ, നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാ, നിന്റെ വിഷയത്തിന് മേൽ അത്ഭുതം ചെയ്യുവാ, ഒരു വർദ്ധനയുടെ അത്ഭുതം ചെയ്യുവാ, ഇന്ന് അത്ഭുതം കാണുവാൻ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുത മന്ത്രിയാണ്. മനുഷ്യൽ ആശ്രയിക്കുന്ന കാട്ടിലും യഹോവയിൽ ആശ്രയിക്കണം. നിന്റെ വീട് പണിയണം. വീടിന് പണിയണം. 10 പൈസ കിട്ടുന്നില്ല, ആമേ പറഞ്ഞിട്ട് കിട്ടുന്നില്ല. കാര്യം അവിടെ ഫണ്ടില്ല. ഒഴിവുകൾ പറയണം, ഞാൻ പ്രാർത്ഥിക്കും. ഇന്ന് എവിടെയെങ്കിലും പണിയാൻ പറ്റാതെ, എവിടെയെങ്കിലും അടുത്ത സ്റ്റെപ്പ് ഒരു കല്ലെടുത്ത് വയ്ക്കാൻ പറ്റാതെ ശത്രു പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നിന്റെ വീട്ടിൽ ചവിട്ടി എന്നോട് പറയണം. ഇന്ന് ആ വീട്ടിൻ്റെ നിന്ന് ചവിട്ടി എന്ന് പറയണം, ഈ വീട് പണിയും, എൻ്റെ കർത്താവ് പണിയും. അത്ഭുതം ചെയ്യോ. അവൻ അത്ഭുത മന്ത്രിയാണ്. ഇതിന്റെ മേൽ കല്ലുകൾ ഉയരട്ടെ, ഇതിന്റെ മേൽ വാർത്ത് വരട്ടെ, വാർപ്പടങ്ങട്ടെ, ഇത് മനോഹരമാകട്ടെ. ഇന്ന് നിങ്ങൾ എവിടെയൊക്കെ ചവിട്ടി പ്രാർത്ഥിക്കുമോ, രോഗിയുടെ മേൽ നിങ്ങൾ കൈവയ്ക്കുമെങ്കിൽ അവൻ അത്ഭുതം ചെയ്യും. നിന്റെ ഭവനത്തിനകത്ത് ഒരു വിടുതലില്ലാതെ കിടക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ യേശു ഒന്നിൽ മാത്രമല്ല വർധന, സൗഖ്യത്തിനും വർധനയുണ്ട്. ഒരു രോഗസൗഖ്യത്തിന് വർധനയുണ്ട്, ഒരു സൗഖ്യത്തിന് വർധനയുണ്ട്. നിന്റെ വീട്ടിൽ കിടക്കുന്ന വ്യക്തിയോടൊന്ന് പറ, എൻ്റെ യേശുവേ നീ ഒരു അത്ഭുതം ചെയ്യണമേ, എൻ്റെ യേശുവേ നീ അത്ഭുതം ചെയ്യണമേ, നീ അത്ഭുത മന്ത്രിയാണ്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് അടഞ്ഞുപോയ ജീവിത, കുടുംബ ജീവിത, തലമുറയില്ലാത്ത ജീവിത, കുഞ്ഞുങ്ങളില്ലാത്ത ജീവിത, അപ്പാ ഹല്ലേലൂയ, വിവാഹ തടസ്സങ്ങൾ, കുഞ്ഞുങ്ങളുടെ ഭാവി, ഉപജീവന മേഖലകൾ എവിടെയൊക്കെ അടഞ്ഞിട്ടുണ്ടോ, ഇന്ന് എവിടെയൊക്കെ അടഞ്ഞിട്ടുണ്ടോ, സകലത്തിന്റെ മേൽ അത്ഭുതം ചെയ്യുവാൻ. ഇരിക്കാൻ വയ്യ,
ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നില്ല, ആയിരുന്നും കൊണ്ട് പറ, അത്ഭുതം ചെയ്യും. നിന്റെ ശരീരം നോക്കി നീ പറയണം, ഈ ശരീരത്തിൽ അത്ഭുതം ചെയ്യും. ഓ, ദൈവ പ്രവൃത്തിക്ക് വേണ്ടി വിട്ടുകൊടുത്ത് ഒന്ന് വിടുതലെടുക്കത്തക്ക വണ്ണ ഇതിനകത്തൊരു സൗഖ്യം വ്യാപരിക്കട്ടെ. ഇതിനകത്തൊരു സൗഖ്യം നടക്കുക. ഈ വർഷം പറയുന്നു ഒരു സൗഖ്യത്തിന്റെ വർഷമാണ്, ഒരു വിടുതലിന്റെ വർഷമാണ്. 2024 അവൻ അത്ഭുതം ചെയ്യോ. നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന് ഒരു മറുപടി വരുന്ന വർഷമാണ് 2024. നിന്റെ മുഖത്ത് നോക്കി പറയുന്നു, ഒരു വെളിപ്പാട് കൈമാറുകയാണ്. നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക്, പ്രാർത്ഥനാ വിഷയത്തിന് മേൽ അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. നിന്റെ കണ്ണുനീരൊരു തുരുത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് കരഞ്ഞ് കരഞ്ഞ് തീർന്നവരെ ഇതാ അവൻ അത്ഭുതത്തിന് വേണ്ടി ഒരു അത്ഭുതത്തിന്റെ മേൽ, ഒരു പ്രവൃത്തി നിന്റെ മേൽ വന്ന് വിഴുക. പിടിച്ചോ. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി അത്ഭുതം സംഭവിക്കുന്നു. പ്രാപിച്ചോ. ചതവുണ്ട്, കുറെ ദിവസം കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്തോണ്ടിരിക്കുക. ഇതിന്റെ മേലൊരു അത്ഭുതം സംഭവിക്കുന്നുണ്ട്. കണ്ണടച്ച് പ്രാപിച്ചോ. നിന്റെ മേൽ ദൈവത്താത്മാവ് പറയുന്നു, ഇതാ ദൈവ സൗഖ്യമാകുന്നുണ്ട്. സൗഖ്യമാകട്ടെ. ഇതിന്റെ മേലൊരു വിടുതൽ, എഴിക്കുന്ന സൗഖ്യത്തോടെ, എഴിക്കുന്ന വിടുതലോടെ യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കുന്ന തീ, മഹത്വത്തിന്റെ തീ ഇറങ്ങട്ടെ. അസ്ഥി പൊട്ടിയതല്ല, ചതവണെല്ലാം ഉണ്ടെങ്കിൽ എല്ലാ ജോയിന്റ് ഒന്നാകുന്നു. വിടുതൽ സംഭവിക്കട്ടെ. എന്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നീ അത്ഭുതം കണ്ടു, ഇത് അതിനെ വിശാലമാക്കുന്നുണ്ട്. പ്രാപിച്ചോ. നിന്റെ തലമുറകൾ നിന്നിലൂടെ കാണും. നിന്നിലൂടെ തലമുറകളെ പ്രാപിക്കുന്ന, പുച്ഛിച്ച് പരിഹസിച്ചെടുത്ത് നിന്റെ തല ഉയർത്തുന്ന 2020 പറയുന്നു, നിന്നെ തള്ളിക്കളെ പുച്ഛിച്ചെടുത്ത്. അത് സംഭവിക്ക. നിന്റെ തലമുറയ്ക്ക് സംഭവിക്കുന്നുണ്ട്. ആത്മാവിനെ കാണുക. നിങ്ങൾ സംഭവിക്കുന്നുണ്ട് ചില അത്ഭുതങ്ങൾ. പ്രാപിച്ചോ. സംഭവിക്കട്ടെ. വീട്ടോട് അത്ഭുതം. നീ ഒരു അത്ഭുതത്തിന് കൊതിച്ചേലി. പരിശുദ്ധർന്ന് 1000 അത്ഭുതം. നീ ഒരു അത്ഭുതത്തിന് ചോദിച്ചത് ഒന്ന്. ദൈവം തരുന്നത് പെരുത്ത ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വിടുതൽ അത്ഭുതം നിന്റെ കുടുംബത്തിന്റെ മേൽ അത് നിന്നെ സമർപ്പിച്ചോ. നീ അത്ഭുതത്തിന് കൊതിച്ചതാ. നിന്റെ തലമുറ പള്ളി പറഞ്ഞ് ആഗ്രഹിച്ചതാ. നിന്റെ കുടുംബം ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചതാ. ഒരത്ഭുതം ചെയ്യുവാൻ ഞാൻ അറിഞ്ഞ സ്നേഹം എന്റെ മക്കളും അറിയണം. ഒരു പാരമ്പര്യ ബന്ധനത്തിൽ നിന്ന് ദൈവം വിടുവിക്കുന്ന വർഷം ബന്ധനത്തിന്റെ കെട്ടുകളെ മാറി. ഇരുണ്ട മറകൾ നീങ്ങുന്നു. അത്ഭുതം സംഭവിക്കുന്നു. ഇതെങ്ങനെ സാധിക്കും? എന്റെ കുടുംബത്തിൽ അതെങ്ങനെ സാധിക്കും? ദൈവം പറഞ്ഞു, മോളെ, നിന്നെ പെരുവഴിയിലേക്ക് നോക്കി ശത്രു. കഴിഞ്ഞ 2023 നീ താമസിക്കുന്ന വീട് ശത്രു കയ്യിലാക്കാൻ നോക്കി. ഞാൻ ആരാണെന്ന് കാണിച്ചു വന്നു.
നിന്റെ വീട് കൂടുമെല്ലാം ഗവൺമെന്റ് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. നിന്നെ പെരുവഴിയാക്കിയെന്നോർത്ത് അവിടെ നിർത്തിയില്ലേ? അതാ ഇത് അതിനുമേൽ വരുന്ന അത്ഭുതം. യെസ്, നീ അത്ഭുതം നടക്കും. നിന്റെ തലമുറ മേലെ, നിന്റെ മകളുടെ മേലൊരു അത്ഭുതം, നിന്റെ ശുശ്രൂഷയുടെ മേലെ അത്ഭുതം. അത്ഭുതം ചെയ്യാ, അവൻ അത്ഭുതം ചെയ്യുന്നുണ്ട്. ഓ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. അത് വന്ന് വീഴുക, അത് വന്ന് വീഴുക. മഞ്ഞ് വീഴുന്ന പോലെ, ചിദംബരം വന്ന് വീഴുന്ന പോലെ സംഭവിക്കുന്നു. യെസ്, ഇന്ന് പറയണം, ഇന്ന് പറയണം. നിന്റെ വീട്ടിൽ കയറുന്ന പറയണം. ഇത് പറഞ്ഞുകൊണ്ടേ കയറാവും. നീ യാത്ര ചെയ്യുമ്പേ, യാത്ര പുറപ്പെടുമ്പേ പറയണം, എന്റെ യേശു അത്ഭുത മന്ത്രിയാണ്. നീ ജോലിക്ക് കയറുന്നത് പറയണം. നിന്റെ സ്ഥാപനത്തിന്റെ പടി ചവിട്ടുന്നവേ പറയണം, അത്ഭുത മന്ത്രി. ഓ മോനെ, ഭയങ്കര വിടുതല, ഭയങ്കര വിടുതല എന്താ സംഭവിക്കുന്നത്? ഈ ശബ്ദം ചാനലിലൂടെ കേൾക്കുന്ന സകലവരും ഏത് കോണിലിരുന്നോ, അടുത്ത പ്രഭാതത്തിലേക്ക്, ഇന്ന് വിശുദ്ധ ദിവസം ഇത് കഴിഞ്ഞ് അടുത്ത സെക്കൻഡിൽ നീ പ്രതീക്ഷിക്കാത്ത ഒരു അത്ഭുതം നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് സംഭവിക്കുന്നുണ്ട്. എടാ, ഇന്നലെ പറഞ്ഞു നീ വന്നപ്പോൾ ഉള്ള എല്ലാം പോയി. നീ വന്നത് ഭയങ്കര എറണക്കേടാ. നീ ഒരു ശാപമായിരുന്നു. ഉള്ളതുകൂടെ പോയി. കൊറോണ വന്നപ്പോൾ ഉള്ള അതും കൂടെ പോയി. അതിനുശേഷം കയറണില്ല. ഇതാ അടുത്ത് പരിശുദ്ധാത്മാവിന്റെ മുഖത്ത് നോക്കി പറയുന്നു, നീ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഓഫീസിൻ്റെ പടി, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടു ജോലിക്ക് പോകുന്ന വീട്ടിൻ്റെ പടി ചവിട്ടുമ്പോൾ, നീ ഏത് മേഖല ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, അവിടെ നിന്ന് പകൽക്കാലം നിന്റെ മേലൊരു അത്ഭുതം ചെയ്യുന്നുണ്ട്. അവിടെ ഒരു അത്ഭുതം ചെയ്യുന്നുണ്ട്. പിടിച്ച ആത്മാവിൽ പ്രാപിച്ചോ. ഓ, അത് സംഭവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ലിസി സിസ്റ്ററെ, നീ ജോലി ചെയ്യുന്നിടത്ത് ഒരു അത്ഭുതത്തിന്റെ വിടുതൽ സംഭവിക്കുന്നുണ്ട്. ആ കുടുംബത്തിനകത്ത് നിന്റെ മേലൊരു അത്ഭുതം ആ സിസ്റ്ററിന് മേൽ സംഭവിക്കുന്നുണ്ട്. ലിസി സിസ്റ്ററിന് മേൽ തോളിൽ വന്ന് വീഴുന്നുണ്ട്. യെസ് 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 യെസ്. നിങ്ങളെ സ്ഥാപനങ്ങൾ ജോലിയുള്ള അത്ഭുതം, ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ അത്ഭുതങ്ങൾ ഇത് കൊണ്ടുപോകണം. എൻ്റെ യേശു അത്ഭുത മന്ത്രിയാണ്. വീരനാ ദൈവം. എൻ്റെ ദൈവം ആരാ? എന്താ മറ്റുള്ളവരെ കുറിച്ച് വീര്യം പറയാത്തത്? വേറൊരു ദൈവത്തിനെ കുറിച്ചൊന്ന് വീര്യം പറയാൻ ഇല്ലേ? വീര്യം പോയാ? കൊറോണയുടെ എല്ലാത്തിൻ്റെ വീര്യം പോയാ? ഓ പോയാ. കൊറോണ വന്നപ്പോൾ എല്ലാത്തിൻ്റെ വീര്യം പോയാ? ഓ, കൊറോണ വന്ന സമയത്ത് ഓ ഹല്ലേലൂയ, എന്നെ ദൈവം നിർത്തി. ഒരു മുറിയിൽ പിടിച്ച് 14 ദിവസം പിടിച്ച് അടച്ചു. പോലീസ് സ്റ്റേഷനിൽ വന്ന് സീലടിച്ചു. വീട്ടിൽ വെളിയിറങ്ങുമെങ്കിൽ പിടിച്ചകത്താക്കുമെന്ന്. നാട്ടുകാർ മൊത്തവും തുടക്കമാണ്. 14 ദിവസം മുറിക്കകത്ത് പിടിച്ചടച്ചു. അവിടെ കിടന്ന് ഉരുണ്ടും പെരണ്ടും സൂര്യവട്ടം കാണാൻ കൊതിച്ച ഒരാളാണ്. എനിക്ക് വെളിയിൽ കാണുന്ന നക്ഷത്രങ്ങൾ കാണണം, ഇത്തിരി ശ്വാസം വേണം, ശുദ്ധവായു കിട്ടണം. എനിക്ക് വെളിയിറങ്ങാൻ പാടില്ല. മക്കളും ഭാര്യയൊക്കെ കൊണ്ട് അകത്ത് വരും. മക്കളെ പോ, ഭാര്യ വരും. ഞാൻ ഓട്ടിക്കും. കാര്യം എന്താ? എന്നെ ഈ ലോകത്തിൻ്റെ ദൈവം പിടിച്ചടച്ച് നിങ്ങളെ കൂടെ അടയ്ക്കരുത്. ഞാൻ കിടക്കാം, എൻ്റെ ഭാര്യയെ പിടിച്ചടയ്ക്കരുത്, എൻ്റെ മക്കളെ പിടിച്ചടയ്ക്കരുത്. പക്ഷെ ഈ ഒരുത്തനെ പിടിച്ചടച്ചപ്പോൾ അടുത്ത ശത്രു പറഞ്ഞു, നിന്റെ ഭാര്യയെ പിടിച്ചടയ്ക്കും, നിന്റെ മക്കളെയും പിടിച്ചടയ്ക്കും എന്ന് പറഞ്ഞു. 1-2 ദിവസമല്ല, 14 ദിവസം രാത്രിയെന്നില്ല പകലെന്നില്ല മുറിക്കകത്ത് പൂട്ടി. ആമേ, ജയിലിനകത്ത് എന്ത് സ്വാതന്ത്ര്യം? അവിടെ അറയെങ്കിലും ഉണ്ട്, ജനലെല്ലാം പൂട്ടി. എന്തെന്ന് പറയാം, ഒരു വെട്ടം പോലും വരാൻ പാടില്ലെന്നാണ് പറയുന്നത്. വാതിൽ തുറക്കാൻ പറ്റൂല, തിന്നുക, കിടക്കുക, വേറെ ഒരു പരിപാടിയില്ല. അവിടെ ഇരുന്നുകൊണ്ട് കണ്ടു, പ്രാർത്ഥിച്ചു. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ കുഞ്ഞുങ്ങളെ തുടരുത്, എൻ്റെ ഭാര്യയെ തുടരുത്. ആമേ, ശത്രു 2000
20, 21, 22 കാലഘട്ടങ്ങളിൽ വന്ന സമയത്ത്, കൊറോണ സമയത്ത് പലതിനെ തുടച്ചു മാറ്റി. ഓരോ സെക്കൻഡിലും ഇത് വന്നവരെ, സീരിയസ് ആവുന്നവരൊക്കെ ആശുപത്രിയിൽ എടുത്തു. ആംബുലൻസ് ചീറിപ്പായുന്ന സമയം. ഒരു സ്ഥലത്ത്, മുളയാറുന്നൊരു സ്ഥലത്ത്, പുള്ളിയുടെ വീട്ടിൽ ഒരു കിണറുണ്ടായിരുന്നു. സ്വന്തം വീട്ടിലെ കിണർ. ആ കിണറ്റിൻ്റെ കരയിൽ കയറിയിരുന്നു സഹോദരന്മാർ. പോലീസ് വന്ന് പിടിച്ചു കൊണ്ടുപോയി. വേറെ ആരെ വീട്ടിലും ചെന്നിരുന്നില്ല, വേറെ അടുത്ത വീട്ടിൽ പോയില്ല. സ്വന്തം വീട്ടിൽ കിണറുണ്ടായിരുന്നു. ആ കിണറ്റിൻ്റെ സൈഡിൽ ഇരുന്നു. പക്ഷേ പോലീസ് ഒന്ന് പിടിച്ചുകൊണ്ടുപോയി. ആ ഒരു അനുഭവം നടക്കുന്ന ടൈമിൽ അത്രത്തോളം ഭയാനകരമായ, ഭീകരമായ അന്തരീക്ഷം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പലതിനെയും ജീവൻ നഷ്ടപ്പെട്ടു. എത്രയോ എൻ്റെ സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടു എനിക്ക്. ഹല്ലേലൂയ. എൻ്റെ ചേട്ടൻ്റെ കൂടെ പഠിച്ച സഹോദരങ്ങൾ ഈ ലോകത്തിൽ നീക്കപ്പെട്ടു. പലരുടെയും ഭീതി, മരണം എപ്പോഴും ആർക്കും സംഭവിക്കാം. ഹല്ലേലൂയ. ഗവൺമെൻറ് എന്ത് പറഞ്ഞാലും കേട്ടേ പറ്റൂ. എത്ര ഇഞ്ചക്ഷൻ എടുക്കാനും തയ്യാറാണ്. ഒന്ന് പുറത്തു വരണം, എങ്ങനെയെങ്കിലും പുറത്തു വരണം. ഒന്ന് ഈ ജീവനെ നിലനിർത്തിയേ പറ്റുള്ളൂ. പലയിടത്തും വാർത്ത നോക്കുമ്പോൾ വാർത്ത പോലും കേൾക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് വിടുതലാൻ പറയുന്നത് വാർത്ത മൊബൈലിലൂടെ കാണുന്നത്. അന്ന് ടി വിയോ കാര്യങ്ങളൊന്നുമില്ല. വാർത്ത യൂട്യൂബിൽ നോക്കാൻ പറയുന്നു, ചൈനയിലും വിദേശ രാജ്യങ്ങളിലും മനുഷ്യനെ ചവറ് കൂട്ടിയിടും പോലെ, അടക്കാൻ കഴിയാത്ത രീതിയിൽ ചവറ് കൂമ്പാരമാക്കും. യെശയ്യാ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ശവങ്ങൾ ചവറ് കൂമ്പാരമാകുമെന്നൊരു വാക്യമുണ്ട്. അതുപോലെ അവിടെ സംഭവിച്ചു. അടക്കാൻ നിവർത്തിയില്ല. കൊണ്ടുപോകുന്നതിനെ കൊറോണ പിടിക്കുന്നു. ഇപ്പം രോഗിക്ക് അസുഖം, ഡോക്ടറിന് അസുഖം വന്ന് എന്ത് ചെയ്യും? ഡോക്ടറിനെ പിടിച്ചു കിട്ടുന്ന കാലം, നിന്റെ മരുന്നുകളെ പിടിച്ചു കിട്ടുന്ന കാലം. ഹല്ലേലൂയ. എന്നാൽ ഈ അറയ്ക്കകത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥനയുടെ വിശ്വാസത്തോടെ ഞാൻ കണ്ട 14 പകലും 14 രാത്രിയും അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ കുഞ്ഞിൻ്റെ മേലോ, എൻ്റെ കുടുംബത്തിൻ്റെ മേലോ ഈ ശത്രു വിടരുത് കർത്താവേ, നീ അത്ഭുതം ചെയ്യും കർത്താവേ. ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ കർത്താവായ ദൈവത്തോടാ. കരയാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങി. ഞാൻ അനുഭവിച്ച ഓരോ വേദനയും കണ്ണുനീർത്തിലും അവിടെ അകത്തുണ്ട്. ഇരുട്ടിനകത്ത് ലൈറ്റ് പോലും പല വിടാറില്ല. ആ ഇരുട്ടിനകത്തിരുന്നു കൊണ്ട് ആ കണ്ട അനുഭവിച്ച വ്യക്തിയുടെ പ്രിയം പറയുക, എൻ്റെ കർത്താവ് പറഞ്ഞു, ഞാൻ അത്ഭുതം ചെയ്യും. സംഹാര ദൂതൻ നിന്നെ തൊടത്തില്ല. മിസ്രൈമിൽ ഇസ്രായേൽ ജനത്തിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ടു. സംഹാര ദൂതൻ കടന്നു പോകുമ്പോ ഇസ്രായേൽ മക്കൾ എങ്ങനെ സൂക്ഷിച്ചു? കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് അറുത്ത് കട്ടളമേൽ കുറുമ്പടിമേലിട്ടു. അങ്ങനെ ഇട്ടവരാ നീയും ഞാനും. 2020, 21, 22, 23 കാലഘട്ടങ്ങളിൽ നഷ്ടപ്പെട്ടു പോകാതെ 24-ൽ മുദ്രയിട്ട ദൈവജന ഓർത്തു പറ, അവൻ അത്ഭുത മന്ത്രിയാണ്. വീര്യം പ്രവർത്തിച്ചു. അത്ഭുതത്തിനെക്കാട്ടിലും വീര്യം പ്രവർത്തിച്ചു. വൈറസ് പറഞ്ഞു എല്ലാ കുടുംബം കയറി ഇറങ്ങുക. ചൈനയെ തുടങ്ങി എല്ലാ വീടുകളും കയറി ഇറങ്ങുകയാണ് ഈ സാധനം എല്ലാ വീടുകളിൽ ചെന്ന് കണക്കെടുത്തുകൊണ്ടിരിക്കുക. കയറാത്ത ഒരു വീടുമില്ല അല്ലേ? മന്ത്രിയുടെ വീടൊന്നില്ല അല്ലേ? ഒരു വലിയവനെന്നില്ല, ചെറിയവനില്ല. അവിടെ ആരെയും ജാതി മതം നോക്കിയില്ല. ജാതി നോക്കിയാണോ കയറിയത്? മതം നോക്കിയാണോ കയറിയത്? ക്രിസ്ത്യാനിയുടെ മാത്രം നോക്കിയാണോ കയറിയത്? മുസ്ലിമിൻ്റെ വീട് നോക്കിയാണോ കയറിയത്? ബ്രാഹ്മിൻസിൻ്റെ വീട് നോക്കിയാണോ കയറിയത്? ചെറിയവനെ വരെ എല്ലാ സാക്കൽ അവൻ്റെ വീട്ടിലും കയറി. അതാ ആധിപത്യം അവൻ്റെ മേലിരിക്കുന്നു. എല്ലാവരും വിളിച്ചു, വിളിക്കാത്തവരും വിളിച്ചു. പക്ഷെ മുദ്രയിട്ടവരെ അവിടുത്തെ രക്തം കൊണ്ട് മുദ്രയിട്ട് വിശ്വസിച്ചു. നിങ്ങൾ പ്രാർത്ഥിച്ചു. ഇത് കേൾക്കുമ്പോൾ പറയും ഞങ്ങൾ പ്രാർത്ഥിച്ചില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചില്ല. ആരൊക്കെയോ പ്രാർത്ഥിച്ചു. എൻ്റെ ഡോക്ടറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു.
എനിക്ക് പ്രത്യേകിച്ച് ഡോക്ടറില്ല, എന്നാൽ എൻ്റെ കുടുംബത്തിൽ ഒരു 3 കുഞ്ഞുങ്ങളെടുത്തൊരു ഡോക്ടർ ഉണ്ടായിരുന്നു എൻ്റെ തൊട്ടടുത്ത്. എൻ്റെ ഡോക്ടറെ തൊടല്ലെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഡോക്ടർ പറയും, ഞാൻ യേശുവിനോടല്ല പ്രാർത്ഥിച്ചത്, അവർ യേശുവിൻ്റെ ആളുമല്ല. പക്ഷെ വല്ലപ്പോഴേക്ക് പ്രശ്നം എന്നെ വിളിക്കും, സതീഷേ പ്രാർത്ഥിച്ചോളേ. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും ഡോക്ടർ, മെഡിക്കൽ കോളേജ് പ്രൊഫസറാണ്. എന്നെ വിളിക്കും, പ്രാർത്ഥിച്ചോളേ. പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ഡോക്ടർ വേണ്ടി പ്രാർത്ഥിച്ചു. കാര്യം എന്താ? 3 കുഞ്ഞുങ്ങളുടെയും പ്രസവം എടുത്തത് ആ ഡോക്ടറാ. ഡോക്ടർ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഇതുപോലെ എത്രയോ വ്യക്തികൾ നിങ്ങളെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഓ, രക്തം അവന്റെ, യേശുവിന്റെ രക്തം അവന്റെ മേൽ വന്ന് വീഴുന്നില്ലയോ? വീര്യം പ്രവർത്തിച്ചത് കൊണ്ടാ അവൻ വീര്യം ചെയ്തു. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ ശക്തിയോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത് നിത്യപിതാവ്. ഇത് നിത്യമാണ്. നിങ്ങൾ ഇരിക്കുന്ന നിത്യമാണ്. ഈ ഭൂമി നിത്യമല്ല. ഈ ഭൂമി വീഴും. ഈ കാണുന്നതെല്ലാം മാറിപ്പോകും. ഭൂമിയിലുള്ളതെല്ലാം മാറിപ്പോകും. നിങ്ങൾ ഈ ഭൂമിയിൽ എന്തൊക്കെ കാണുന്നതോ അതെല്ലാം നിത്യമല്ല. ഇന്ന് കാണുന്ന 100 നിലയായ ഫ്ലാറ്റായാലും, നിങ്ങൾ കാണുന്ന വാഹനങ്ങൾ, നിങ്ങൾ കാണുന്ന ഈ സകലതും മനുഷ്യൻ്റെ കൈപ്പണിയായ സകലതും നിത്യമാണോ? മനുഷ്യൻ ചെയ്തുണ്ടാക്കി നിത്യമാണോ? അല്ല, ഇത് വീഴും. അപ്പോൾ ഭൂമിയിലുള്ളതും ഭൂമിയിലെ സകലതും വീഴും, നിത്യമല്ല. ഭർത്താവിന് ഭാര്യ നിത്യമല്ല. എത്രയോ കുടുംബത്തിൽ അങ്ങനെയാണ്. മക്കൾക്കപ്പൻ നിത്യമല്ല. ഇന്ന് പലയിടത്തും നിത്യമായി എന്ന് പറഞ്ഞു. നിത്യം അല്ല. ഒരുവൻ മാത്രമേ ഉള്ളൂ നിത്യം. ഇന്ന് ഒരുവൻ മാത്രമേ ഉള്ളൂ. ഇന്ന് ഈ ലോകത്തിൻ്റെയും സ്വർലോകത്തിന് ഭൂമിക്കും അധികാരമുള്ളവൻ നമ്മുടെ മന്ത്രിസഭ. ഇന്ന് മന്ത്രിമാർക്കുള്ളതാണല്ലോ രാവിലെ പ്രൈസലോ. മന്ത്രിസഭ ഇത് നിത്യമാണോ? 5 വർഷം കഴിയുമ്പോൾ മാറുന്നില്ലേ? എന്താ മാറാത്തത്? നിത്യമല്ല. 5 വർഷം കഴിയുമ്പോൾ ഇലക്ഷൻ വരും, നമ്മൾ വോട്ട് ചെയ്യും, ജയിക്കേണ്ടവരൊക്കെ അങ്ങ് ജയിക്കും. വീണ്ടും 5 വർഷം കഴിയും. ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താണ്? ഇവിടെ നിത്യമല്ല. പക്ഷെ സ്വർഗത്തിലൊരു ഇലക്ഷൻ ഇല്ല, സ്വർഗത്തിലൊരു വോട്ടെടുപ്പില്ല, സ്വർഗത്തിലൊരു തെരഞ്ഞെടുപ്പില്ല. അവൻ മാത്രം, ഒരുവൻ മാത്രം, അത് കർത്താവ് യേശു ക്രിസ്തു മാത്രം രാജാതി രാജാവായിട്ട് പറയുന്നു. ഇത് അവന്റെ പാദപീഠം, അവിടുത്തെ പാദപീഠം ആയതുകൊണ്ട് പറയുന്നു. ആധിപത്യം അവിടെ നിന്നായതുകൊണ്ട് പറയുന്നു, ഞാനാ നിത്യപിതാവ്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു, യേശു പ്രാർത്ഥിച്ച്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും എടുക്കണമേ. ഹല്ലേലൂയ. പക്ഷെ പ്രാർത്ഥന കേട്ടു. 2 ദിവസം എടുത്തു. യേശുവിൻ്റെ പ്രാർത്ഥന കേൾക്കും. കഴിയുമെങ്കിൽ ആ സമയത്ത് എടുത്തില്ല. ക്രൂശീകരണം കഴിഞ്ഞിട്ട് ക്രൂശിൽ വെച്ച് 2 ദിവസം പോയി. കഴിയുമെങ്കിൽ യേശുവിൻ്റെ വാക്കിന് അധികാരമുണ്ട്. പറഞ്ഞ ഉടനെ ചെയ്തില്ല. നീ അനുഭവിക്കേണ്ടത് കഷ്ടതെല്ലാം മക്കൾക്ക് വേണ്ടി അങ്ങ് ചെയ്തു കൊള്ളണം. പിതാവ് കൊടുത്ത ഓർഡർ ആ പുത്രനിൽ, തൻ്റെ മക്കൾ അനുഭവിക്കേണ്ടതെല്ലാം യേശു അങ്ങ് എടുത്തോളണം. ക്രൂശിൽ കിടക്കണമെന്നും ആ വേദന സഹിക്കണമെന്നും. പക്ഷെ പ്രാർത്ഥിച്ചെന്താ? ഒരു ക്രൂശീകരണത്തിന് മുമ്പേ പ്രാർത്ഥിച്ചെന്താ? കഴിയുമെങ്കിൽ ഈ പാനപാത്രം അങ്ങ് എടുക്കണമേ. യേശുവിൻ്റെ പ്രാർത്ഥന ഇന്നല്ല കേട്ടത്, എൻ്റെ പിറ്റന്ന് ഉടനെ അടുത്തൊരു ക്രൂശ് നടന്ന സമയത്ത് അതെടുത്തു. പിതാവ് എടുത്തു, തിരിച്ചു മടക്കി കൊടുത്തു. അടുത്ത സ്റ്റെപ്പിലൂടെ പറയുകയാണ്, മടക്കി കൊടുത്തിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. 3-ാം ദിവസം സകല കല്ലറകളെ ഭേദിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ സകലവരും മരിച്ചു മണ്ണടിയുമ്പോൾ ഇന്ന് വിളിച്ചു പറയുന്നു, പാലസ്തീനിന്മേൽ അവിടെ ആ കല്ലറ തുറന്നു കിടക്കുന്നു. യേശുവിൻ്റെ കല്ലറ മാത്രം തുറന്നു കിടന്നിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഇവരിവിടെ ഇല്ല. യേശുവിൻ്റെ കല്ലറയ്ക്ക് മാത്രമേ അതുള്ളൂ. ഇവൻ ഇവിടെ
അവിടെ ഇല്ല. ഉണ്ടെങ്കിൽ എഴുതി വയ്ക്കോ, അവൻ അവിടെ ഇല്ല. കാര്യം എന്താണ്? അവൻ നിത്യപിതാവ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഓ, അന്നും ഇന്നും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൻ നിത്യപിതാവാ. എന്റെ യേശു അത്ഭുത മന്ത്രി, വീരനാ ദൈവ, നിത്യപിതാവ് പിടിച്ചെടുത്തോ. നിന്റെ വിഷയത്തിന്റെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഇന്ന് വീര്യപ്രവൃത്തികൾ സംഭവിക്കാം നിന്റെ വിഷയത്തിന്റെ മേൽ. ഓ, നിന്റെ വിഷയത്തിന്റെ മേൽ ചില കീറിമുറിച്ച അനുഭവങ്ങളെ കാണിക്കുന്നു. ശസ്ത്രക്രിയ കഴിഞ്ഞു, പരിശുദ്ധ കാണിക്കുന്നു. ഇവിടെയല്ല, ഒരു ഹോസ്പിറ്റലിനകത്ത്, മെഡിക്കൽ കോളേജിനകത്ത് പരിശുദ്ധാത്മ പറയുന്നു, ഓ ഹല്ലേലൂയ, ഓപ്പറേഷൻ കഴിഞ്ഞു. ഐസിക്കകത്തുനിന്ന് വാർഡിലോട്ട് കിടക്കുന്ന, മുറിവ് ഉണങ്ങാതെ കിടക്കുന്ന ഒരു രോഗിയോട് ഇപ്പോൾ ചാനലിൽ കൂടെ കാണുക, സഹോദര, നിന്റെ മുറിവ് എത്ര ദിവസം കൊണ്ട്, 1 മാസമായിട്ട് മുറിവ് ഉണങ്ങിയിട്ടില്ല, 1 മാസത്തിൽ ഏറെയായി. ഈ മുറിവ് മെഡിസിൻ പലതും മാറി മാറി ഡോക്ടർമാർ തരുന്നു, ഉണങ്ങിയില്ല. ഈ മുറിവിൻ്റെ മേൽ നിന്റെ കൈവൈ. പരിശുദ്ധ പറയുന്നു, ഞാൻ കണ്ടിട്ടില്ല. യേശു പറയുന്നു, ഈ വചന സൗഖ്യമാക്കുന്നു. വീര്യം പ്രവർത്തിക്കുന്നുണ്ട്. മരുന്നുകൾക്കില്ലാത്തൊരു വീര്യം വചനത്തിനുണ്ട്. അങ്ങനെ മുറിവേറ്റ് കിടക്കുന്നവരെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീര്യം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഉണങ്ങാത്ത മുറിവുകൾ അവൻ വെച്ച് കെട്ടുന്നു. മുറിവുകളെ വെച്ച് കെട്ടുന്നു. എത്രയോ വർഷങ്ങൾ കൊണ്ട് പഴുത്ത് പഴുത്ത് പഴുത്ത്. അങ്ങനത്തെ ഒരു സാക്ഷി ഇവിടെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് വന്ന് ഇന്ന് അവർ കഴിഞ്ഞ ആഴ്ച വന്ന് ചാട്ടമായിരുന്നു. ഇന്നെത്താൻ കഴിഞ്ഞില്ല. വരും ദിവസങ്ങളിൽ സാക്ഷി നിങ്ങൾക്ക് കാണാൻ പറ്റും. എത്രയോ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. പഴുത്ത് ചക്കപ്പഴം പോലെ വന്ന കാല് സൗഖ്യമായി, പിന്നെ വേദന മാറിയില്ല. കഴിഞ്ഞ ആഴ്ച വന്ന് ചാട്ടമായിരുന്നു. അല്ലെങ്കിൽ കാര്യം എന്താണ്? എൻ്റെ യേശു വീര്യം പ്രവർത്തിച്ചു. ഇതിനകത്ത് ചവിട്ടിയപ്പോൾ വീര്യം പ്രവർത്തിച്ചു. ഒരു ഹോസ്പിറ്റൽ നടക്കാത്ത വിടുതല്, ചർച്ചുകൾ, പള്ളി മാറി മാറി നടന്നു. അത്ഭുതത്തിന് വേണ്ടി ഓടി. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവിന് വീര്യം ചെയ്യാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് എൻ്റെ വാക്കുകൾക്ക് വീര്യം പ്രവർത്തിക്കുന്നത്. എൻ്റെ വാക്കല്ല, യേശുവിൻ്റെ വാക്കാ. ഇതിനകത്ത് കയറുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കും, ഈ പടി ചവിട്ടുമ്പോൾ വീര്യം പ്രവർത്തിക്കണം കർത്താവേ. ഇതിനകത്ത് ആര് ചവിട്ടിയാലോ, ഈ ബെഥസ്ദ കുളത്തിനകത്ത് ആര് ഇറങ്ങിയാലോ അവന്റെ മേലൊരു വീര്യം പ്രവർത്തിക്കണം. ഇറങ്ങാതെ 38 വർഷം കിടന്ന രോഗിയുടെ മേൽ ഒരു വീര്യം പ്രവർത്തിച്ചു അല്ലേ? 38 വർഷം കൊണ്ട് ബെഥസ്ദ കുളത്തിന് അകത്തിറങ്ങി കരയിൽ കിടക്കുന്ന വ്യക്തി എത്രയോ വീര്യങ്ങൾ കണ്ടുപോയി. ഈ രോഗിക്ക് ഒരു വിടുതലുമില്ല. പക്ഷേ യേശു കുളത്തിനകത്ത് വെച്ചല്ല ഇവിടുത്തെ വിടുതല്, കരയിൽ വെച്ച. കരയിലും വിടുതലുണ്ട്. ഇന്ന് കരയിൽ നിന്റെ മനസ്സലിയുന്ന ഒരു ദൈവ. ഓ, നീ പല അത്ഭുതം കണ്ട വ്യക്തിയാ. ഓ, നിങ്ങൾ വീര്യം കണ്ടിട്ടില്ല. ഇതാ കരയിൽ വെച്ചും വിടുതൽ സംഭവിക്കുന്നുണ്ട്. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. അവൻ അത്ഭുതം ദൈവം നിത്യ സമാധാന പ്രഭുവാണ്. നമ്മുടെ ദൈവം ആരാ? സമാധാനം. ഈ ദൈവത്തെ നിങ്ങൾ ആശ്രയിച്ചാൽ സമാധാനം നഷ്ടപ്പെട്ടു. എത്രയോ പേര് പറയാറുണ്ട്, എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചു, ബ്രദറെ, ഒരു കോഴഞ്ചേരിയിൽ നിന്ന് ഒരു അമ്മ വിളിച്ച് പറഞ്ഞു, എത്രയോ ദിവസമായി ഉറങ്ങിയിട്ട്. ഈ കിംസിൻ്റെ അടുത്ത് നിന്ന് യുവാസ പ്രാർത്ഥന നടന്നപ്പോൾ ഒരമ്മ വന്നു, രാത്രി ഉറക്കമില്ല, ഞെട്ടി ഉണരുന്നു. മക്കള് 2 പേരുണ്ട്, 3 ഒന്നാരും മരിച്ചു. ഒന്ന് ഓസ്ട്രേലിയയിൽ, ഒന്ന് ഹൈദരാബാദ് എന്നുള്ള അനുഭവത്തിൽ രാത്രി ഒറ്റയ്ക്ക. ഗവൺമെൻറ് ഉദ്യോഗസ്ഥ ചിത്രയിലെ ഏറ്റവും വലിയ ഡിപ്പാർട്ട്മെൻറ്റ് ഭരിച്ച ഒരു വ്യക്തിയാണ്. എന്നാൽ അവർ പാലക്കാരിയാണ്. തിരുവനന്തപുരത്തിലെ ആളല്ല, പാലയിലുള്ള ആൾ. മെഡിക്കൽ കോളേജ് ചിത്രയിൽ ജോലി ചെയ്തു, റിട്ടയർഡായി. മക്കളൊക്കെ 2 സ്ഥലങ്ങളിൽ, മരുമക്കൾ വേറെ സ്ഥലത്താണ്, ഒറ്റയ്ക്കാണ്. എൻ്റെ അടുത്ത് വന്ന് ഈ ആഴ്ച സംസാരിച്ച ആളാണ്. എന്നോട് പറഞ്ഞു, ഞാൻ ഉറങ്ങിയിട്ട് എത്രയോ ദിവസമായി ബ്രദറെ, രാത്രി ഞാൻ ഞെട്ടി ഉണരും, എന്നെ പേടിപ്പെടുത്തുന്നു. ഞാൻ അതുകൊണ്ട് വീട് മാറാൻ പോകുന്നു. വേറെ സ്ഥലവും വീടും നോക്കിയിട്ടാണ് അവിടെ വന്നത്. ശ്രീകാര്യത്ത് വേറെ വീടും സ്ഥലവും നോക്കിയിട്ടാണ് വന്നത്. കാര്യം എന്താണ്?
പേടിപ്പടി വന്നപ്പോൾ ഭയം വന്നപ്പോൾ വീട് മാറാൻ നോക്കി. എന്നാൽ ഞാൻ പറഞ്ഞു, വീട് മാറണ്ട. പേരിൽ ക്രിസ്ത്യാനിയൊക്കെ തന്നെ, പേരിന് ക്രിസ്ത്യാനി, പക്ഷെ യേശുവിൻ്റെ വീര്യം അറിഞ്ഞിട്ടില്ല. യേശുവിനെ അറിയാം, മഹത്വം അറിഞ്ഞിട്ടില്ല. യേശുവിനെ പലർക്കും അറിയാം, അവന്റെ മഹത്വം കണ്ടിട്ടില്ല, വീര്യം കണ്ടിട്ടില്ല. ഞാൻ പ്രാർത്ഥിച്ചു, നിങ്ങളുടെ കുടുംബത്തിന് ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത ഉറക്കം വരും. ഞെട്ടി ഉണരുന്ന അനുഭവങ്ങൾ മാറിപ്പോകും. പ്രാർത്ഥിക്കാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങി, ഇവിടെ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി. കരഞ്ഞ് ഒരു പരമായി 2 മണിക്കൂർ ഉപവാസമായോണ്ട് എനിക്ക് വേറെ ഒരിടത്തും പോവാത്തതായോണ്ട് 2 മണിക്കൂർ ഞാനും അവരും ഹൃദയം തുറന്നുള്ള സാക്ഷി. ഹൃദയം തുറന്നപ്പോൾ വീര്യം പ്രവർത്തിക്കാൻ തുടങ്ങി ദൈവം. നിന്റെ ഹൃദയം തുറക്കുമെങ്കിൽ, നീ യേശുവിനോടൊന്ന് ഹൃദയം തുറന്ന് പറയുമെങ്കിൽ, നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടു പോയോ? മക്കളെക്കുറിച്ച് ഉറക്കം നഷ്ടപ്പെട്ടു പോയോ? നിന്റെ തലമുറയെക്കുറിച്ച് ഉറക്കം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ഇന്ന് എവിടെയൊക്കെ സാമ്പത്തിക മേഖലയിൽ ഉറക്കം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? നിന്റെ കടഭാരത്തിൽ ഉറക്കം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ദൈവം വീര്യം പ്രവർത്തിക്കാൻ ചെയ്യോ. അതിന്റെ മേലൊരു വീര്യ പ്രവൃത്തി വന്ന് വീഴുന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാല സകടമേൽ ഒരു പുതപ്പ് വന്ന് വീഴുന്നത് പോലെ വീര്യപ്രവർത്തികൾ സംഭവിക്കുന്നു. സമാധാനം, ആർക്കുമില്ലാത്ത സമാധാനം യേശുവിനെ സ്വീകരിക്കുന്നതിലൂടെ കിട്ടുകയാണ്. എനിക്കൊരു സമയത്ത് സമാധാനമില്ല. ഞാൻ ജനിച്ചു വളർന്നത് ഒരു ഹിന്ദുവിൻ്റെയും ഒരു ക്രിസ്ത്യാനിയുടെയും 2 വിശ്വാസത്തിലുള്ള ആളാണ്. എൻ്റെ അമ്മ ഹിന്ദുവും എൻ്റെ പപ്പ ക്രിസ്ത്യാനിയും കത്തോലിക്കക്കാരനാണ്. ഹല്ലേലൂയ. സിറ്റിക്കകത്തു നിന്നും, തിരുവനന്തപുരം സിറ്റിയുടെ ഹൃദയഭാഗത്തു നിന്നും എൻ്റെ അമ്മയെ വിവാഹം കഴിച്ചു. ഒരു നാട്ടുമ്പ്രദേശക്കാരൻ, സാധാരണക്കാരനല്ല, തിരി അനുഗ്രഹിക്കുള്ള ആൾ തന്നെ. അപ്പൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അമ്മയെ ഹിന്ദുപരമായി ഒരു കത്തോലിക്കക്കാരൻ കെട്ടുക. കുടുംബത്തിൽ ജനിച്ചതിൻ്റെ ചേട്ടൻ ഹിന്ദുവായിട്ട, സ്കൂൾ സർട്ടിഫിക്കറ്റിൽ ഹിന്ദു. എൻ്റെ സഹോദരി ലതാകുമാരി തൊട്ടടുത്താ താമസിക്കുന്ന കാലടിയിൽ ഡ്രൈവറാണ്. കുഞ്ഞുങ്ങളെ കൊണ്ടാകുന്നു ആര്യ സെൻട്രൽ സ്കൂളിൽ. അപ്പോൾ അത് വ്യത്യസ്തമായാണ്. അവിടെയും ലതാകുമാരിയെ വീഴുന്നത് ഹിന്ദു എന്നുള്ളതാണ്. സതീഷ് സാന്ത്വനമല്ല, വെറും സതിയേ ഉള്ളൂ. എല്ലാവരും സതി എന്നാണ് വിളിക്കുന്നത്. എനിക്ക് പറയുന്നതിന് അഭിമാനം. എൻ്റെ നാട്ടുകാർ വിളിക്കും, സതി സുഖം തന്നെടേ. അവിടെ എൻ്റെ സർട്ടിഫിക്കറ്റ് ഇന്നും സ്കൂൾ സെറ്റിൽ അടിച്ചു വച്ചിട്ടുണ്ട്, ഹിന്ദു. ഈ കുടുംബത്തിനകത്ത് ജനിച്ചു വീഴുന്ന 3 മക്കൾ, ഒരപ്പൻ വീഴുന്നത്. ജനിച്ച് അറിവുന്ന സമയത്ത് സന്ധ്യ ആകുമ്പോൾ എന്നൊരു നിലവിളിയാണ്. സന്ധ്യ ആകുമ്പോൾ പാത്രങ്ങളെല്ലാം അറിവ് വീഴുന്നു, തിന്നാൻ ഒരു കുറവുമില്ല. മരിച്ചിനെ ആവശ്യം കിട്ടി തരും. കപ്പ എവിടുന്നെങ്കിലും 2 കരുവാടെങ്കിലും കിട്ടും, ചുട്ടങ്ങ് ഇട്ട് തരും. അത് തിന്നോളണം. 2 രൂപ വരെ കപ്പ മതി 10 പേർക്ക് തിന്നാൻ. ഇത് ചുട്ട മരിച്ചിനെ ഭയങ്കര, മരിച്ചിന് ചുട്ടാണ് എൻ്റെ അമ്മ എന്നെ തീറ്റിച്ചത്. എനിക്ക് നല്ല അറിവുണ്ട്. ഇന്നത്തെ ഹോർലിക്സും നമ്മൾ ബൂസ്റ്റും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഞങ്ങളെ ചുട്ട മരിച്ചിന് ഇന്നും ചിലർ കൊടുക്കുന്നവരുണ്ട്. നല്ല കപ്പ എടുത്ത് ചുട്ട് കുഞ്ഞുങ്ങളെ വായിക്കകത്ത് കുത്തിക്കയറ്റും. അനുഭവത്തോടെ കയറി വന്നവനാ. എന്നാൽ സന്ധ്യയാകുമ്പോൾ എൻ്റെ കുടുംബത്തിനകത്ത് ദൈവ പൈതലെ, ഇന്ന് അഭിമാനത്തോടെ ഈ 2024 പറയുന്നു, എൻ്റെ അപ്പനെ കാണുമ്പോൾ ഞങ്ങൾ പേടിച്ചാണ് വളർന്നത്. എൻ്റെ അപ്പനെ കണ്ടാൽ ഞാൻ പേടിക്കും. എൻ്റെ അമ്മ ഇടിച്ചൊതുക്കും. എൻ്റെ അമ്മ വിറയ്ക്കുന്നുണ്ട്. ഈ 3 മക്കളെയും കെട്ടിപ്പിടിക്കും. എൻ്റെ ചേട്ടൻ എൻ്റെ അമ്മയുടെ മേൽ മാറത്ത് വിടുന്നു. ചേട്ടനെടുത്ത് ദൂരെ എറിഞ്ഞു. പണ്ട് തട്ടിട്ടാൽ
തട്ടുണ്ടായിരുന്നു. ഒരു കഴുക്കോല് വലിച്ചൊടിച്ചെടുത്തു. എൻ്റെ ചേട്ടൻ കുഞ്ഞ അറുമൂത്ത ചേട്ടനാ വിജയകുമാർ. വൃത്തിയെ കൊടുക്കും. അമ്മയെ കിട്ടാത്തോണ്ട് എൻ്റെ ചേട്ടന് വൃത്തി അടി കിട്ടിയിട്ടുണ്ട്. എൻ്റെ അമ്മയെ കൊല്ലല്ലേ, ഒറ്റ വിളി, എൻ്റെ അമ്മയെ കൊല്ലല്ലേ, എൻ്റെ അമ്മയെ കൊല്ലല്ലേ. അപ്പ ഞങ്ങൾ അച്ഛാന്നാ വിളിച്ചത്. ഞാനൊരു ഹിന്ദുവായി എൻ്റെ ചേട്ടനുണ്ട്, അച്ഛാ അമ്മയെ കൊല്ലല്ല അച്ഛാ, എനിക്ക് അമ്മയെ വേണം. അച്ഛൻ ഒരു ബോധമില്ലാതെ മുഴുക്കുടിയനായിട്ടുന്ന സമയത്ത് അച്ഛൻ രാത്രി ചോദിക്കും, ഒറ്റ ചോദ്യമാണ്, ദൈവാത്മാവെന്ന് ഉണർത്തുക, എടാ നിനക്ക് അച്ഛൻ വേണോ അമ്മ വേണോ? ഇതെന്നും ചോദിക്കും, എന്നും ചോദിക്കും. അമ്മയ്ക്ക് 2 കൊടുത്തിട്ട് നിലവിളിക്കുന്ന നാട്ടുകാർ മൊത്തവും കൂടും. എന്നിട്ട് കേൾക്കുന്നൊരു ചോദ്യമാണ്, എടാ നിനക്ക് അച്ഛൻ വേണോ അമ്മ വേണോ? 1-2 ദിവസമല്ല ചോദിച്ചത്. എൻ്റെ അറിവുള്ള സമയത്ത് അച്ഛൻ്റെ മദ്യപാനം മാറുന്നവരെയും വർഷങ്ങളോളം ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഒറ്റ വാക്കി പറയും, എനിക്ക് അച്ഛനും വേണം അമ്മയും വേണം, അച്ഛനും വേണം അമ്മയും വേണം. അമ്മ മതി, മാത്രം മതി എന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ അച്ഛൻ ആത്മഹത്യ. അമ്മ മാത്രം മതി എന്ന് പറഞ്ഞാൽ എനിക്ക് അച്ഛൻ അച്ഛൻ മുഴുക്കുടിയനായാലും അച്ഛനെ കളയാൻ പറ്റൂല. ഈ വാക്ക് വന്ന് പറയുമ്പോൾ ഒന്ന് തണുക്കും, കുറച്ച് നേരം ഇരിക്കും, കൊടുക്കാളെയൊക്കെ വൃത്തിയെ കൊടുക്കും, പാത്രങ്ങളെല്ലാം പറപറ ഉടയും. പക്ഷേ പിറ്റേന്ന് മൺകലമായിരുന്നു. എൻ്റെ അമ്മ പൈസ കിട്ടുന്നതനുസരിച്ചെല്ലാം മൺകലം മാറ്റി അലുമിനിയം പാത്രം വാങ്ങിക്കാൻ തുടങ്ങി. മാക്സിമം മൺകലമായിരുന്നു വീട്ടിൽ. ഞങ്ങളത് കണ്ട് വളർന്നതാ. ഒരു വലിയൊരു ഭരണി പോലത്തെ കലം ഉണ്ടായിരുന്നു. ഇപ്പോഴും അവിടെ വീട്ടിൽ കമത്തി വെച്ചിട്ടാണ്. അത് അങ്ങോട്ട് പോയാൽ ഭയങ്കര ചരിത്രമാണ്. അതൊക്കെ അത് കണ്ട് വളർന്നവനാ. ഇന്ന് പറയാൻ പറ്റൂല. ആ കലത്തിനൊക്കെ ഒരുപാട് പറയാനുണ്ട്. വലിയ കലം എന്നെ വേണമെങ്കിൽ അതിനകത്ത് ഇരുത്തി കൊണ്ടുപോവാം. സത്യം. അവസാനം ഇത് വ്യാധിടാനാണ് ഉപയോഗിച്ചത്, സഹോദരിയുടെ വ്യാധ്. അതൊക്കെ കണ്ട് വളർന്നവനെ. ഈ കലം അത്ര വലിയ അണ്ടം, ആ കലത്തിനും പറയാൻ പറ്റില്ല, അത്ര ചരിത്രമുണ്ട്. അങ്ങനത്തെ കുടുംബത്തിൽ ജനിച്ചവനാ. പക്ഷേ സമാധാനം എന്തെന്നറിഞ്ഞുകൂടാതെ നിലവിളിച്ച നടുവിൽ എൻ്റെ യേശുവിനെ എപ്പോൾ സ്വീകരിച്ചോ, എൻ്റെ യേശുവിനെ ഞാൻ എന്ന് സ്വീകരിച്ചോ, ഹൃദയം കൊണ്ട് സ്വീകരിച്ചോ, അന്ന് മുതൽ എൻ്റെ ഭവനത്തിനകത്തൊരു സമാധാനം വന്നു. ഒരു സമാധാനം വന്നു. അവർ സമാധാനം തരുന്ന ദൈവമാണ്. ഇന്ന് നിങ്ങളുടെ ഭവനത്തിനകത്ത് എവിടെയെങ്കിലും സമാധാനമില്ലാതെ ദൈവമക്കൾ, ഈ അനുഭവങ്ങൾ എത്രയോ മക്കളുണ്ട്. ഞാൻ മാത്രമല്ല, ഈ ചാനലിൽ കൂടെ കേൾക്കുന്ന ഈ ദൈവമക്കൾ, അതുപോലെ തന്നെ എൻ്റെ മുമ്പിലിരിക്കുന്ന ദൈവമക്കൾ, നിങ്ങളല്ലെങ്കിൽ കുടുംബത്തിനകത്തൊക്കെ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഒരു നല്ലൊരു മീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വായ്ക്കകത്ത് വയ്ക്കും, തൊണ്ട ഇറങ്ങുന്ന മുമ്പേ വിളിയാണ്. പിറ്റേന്ന് നോക്കുമ്പോൾ മുറ്റത്ത് കിടക്കും പൂച്ചയും പട്ടിയും തിന്നുകൊണ്ടിരിക്കണത്. എടാ കൊള്ളാമല്ലോ, മക്കൾ തിന്നണതിന് പറയുമ്പോൾ പട്ടിയും പൂച്ച നക്കിക്കൊണ്ടിരിക്കണം. പട്ടി നക്കി എത്ര വില കൂടിയ മീനായാലും അത് വല്ലപ്പോഴേക്കേ കിട്ടുള്ളൂ. അന്ന് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾ ചാടും കിടന്നുകൊണ്ട്. ഈ മീനും കാണുമ്പോൾ ഞങ്ങൾ ചാടും. ഭയങ്കര 2 കാലം ചാട്ടമാണ്. കഴിക്കാൻ നല്ല സമാധാനമായിട്ട് സ്വസ്ഥമായി ഭക്ഷണം കഴിച്ചിട്ടില്ല. ഈ പൂച്ചയും നായും കൂടെ കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് അസൂയ. ഞങ്ങൾ തിന്നേണ്ടതൊക്കെ നിൻ്റെയൊക്കെ സമയോടാ, നിൻ്റെയൊക്കെ നല്ല സമയം, നീയൊക്കെ തിന്നോ നോക്കിക്കൊണ്ടിരിക്കും. പഴി ആരോട് പറയാനാ? നമുക്ക് ആരോടും പറയാനില്ല. പക്ഷെ പൂച്ച നക്കിയത് ഞങ്ങൾക്ക് തിന്നാൻ പറ്റത്തില്ല. പട്ടി നക്കിയത് തിന്നാൻ കിട്ടാത്തല്ല, ചെല്ലുന്ന വേഗം ഒറ്റയടിക്കാൻ കാത്താക്കും. അമ്മ ഭയങ്കര ടേസ്റ്റിലാണ് മീൻ കറി വയ്ക്കണേ. എൻ്റെ അമ്മ ഒരു മീൻ കറി വെച്ചെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ മക്കളല്ല തിന്നണത്. അമ്മ വീട്ടിലെ നായും തിന്നും, കണ്ട വീട്ടിലെ പൂച്ചയും തിന്നും. വീട്ടിലും ഉണ്ട് 2-3 പൂച്ചമാർ. യോമാരെ സമയം യോമാർ എന്നും കുത്തിയിരുന്ന് പ്രാർത്ഥന തോന്നണം അവരെ ദൈവത്തോട്. ഇതെന്ന് കിട്ടണേ അവരെ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥന തോന്നണം. ദൈവമേ എന്നും ഇവിടെ അടി നടക്കണേ, എന്നും അടി നടക്കണേ. യോമാർ ഭയങ്കര പ്രാർത്ഥന അവരെ ദൈവത്തോട്. മക്കള് തിന്നേണ്ടത് നായും
പൂച്ചയും തിന്നുന്നുണ്ടെന്ന്. 1-2 വർഷങ്ങളോളം എൻ്റെ അറിവും കല്യാണത്തിൻ്റെ ഏതാണ്ട് സമയം കൈപ്പഴാ ദൈവത്തെ അറിഞ്ഞത്. യേശുവിനെ ഞാൻ ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയും വാ കൊണ്ട് ഏറ്റു പറഞ്ഞ് ജലസ്നാനപ്പെട്ടു. യേശുവിനെ ഞാൻ പൂർണ്ണമായിട്ട് സ്വീകരിച്ചു നിന്നു. കുടുംബത്തിനകത്ത് അപ്പം ചലിക്കുന്നില്ല, പ്രതികൂലങ്ങളൊക്കെ മാറുന്നുണ്ട്. സമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞത് എൻ്റെ യേശുവിനെ ഞാൻ രക്ഷകനായി സ്വീകരിച്ച എന്ന് തൊട്ടോ അന്ന് എൻ്റെ കുടുംബത്തിനകത്ത് ഈ സാത്താന്മാര് ഓടി. ഭയങ്കര സന്തോഷം. എന്തൊരു സന്തോഷം! ആത്മസന്തോഷം, ഭയങ്കര ആത്മസന്തോഷം. ആമേ, അവിടെ കിടന്ന് നാട്ടും പ്രദേശത്ത് അനുഭവിച്ച സന്തോഷം തീരാത്തോണ്ട് ഇതാ തിരുവനന്തപുരം സിറ്റിക്കകത്ത് കുടുംബത്തിൽ ആത്മസന്തോഷം. ഓ ആത്മസന്തോഷം! ഇന്ന് ഈ പട്ടണത്തിൽ ആത്മസന്തോഷം വാരി എറിയുന്നു. ഭയങ്കര സന്തോഷം. ഞങ്ങൾ കഞ്ഞി കുടിച്ചാലും ഭയങ്കര സന്തോഷം. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്, കഴിക്കാനൊക്കെ ഉണ്ട്. ചിലപ്പോൾ സാഹചര്യത്തിൽ തിരക്കൊന്നും പോകാൻ പറ്റത്തില്ല. ഞാൻ ചിലപ്പോൾ കഞ്ഞി വയ്ക്കാൻ പറയും. കഞ്ഞി കുടിക്കുമ്പോൾ പുറുറുപ്പില്ല കുടിക്കണം. കാര്യം എന്താണ്? നല്ലപോലെ ചവയ്ക്കുമ്പോൾ വൃത്തിയെ കഴിക്കാം. വന്ദന പറഞ്ഞു, പപ്പ 7 ദിവസം 8 ദിവസം ഉപവാസമാണ്, കുഞ്ഞുങ്ങൾക്ക് ഒരു ബിസ്ക്കറ്റ് പോലും ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നില്ല, വീട്ടിൽ പോകണില്ല. മുഖത്ത് നോക്കിയപ്പോൾ വിഷമമുണ്ട്. ഞങ്ങളുടെ മക്കളെ ഉപവാസം എന്ന് തീരെയാണ്. എനിക്ക് ഹോർലിക്സ് വാങ്ങിച്ചു തരുമോ? ഇന്നലെ രാത്രി ഇവൾ ചോദിക്കടി ഭയങ്കരീ. അവളെ മനസ്സിൽ പറയാ, പപ്പ ഉപവാസം തീരുന്ന നിനക്ക് എന്ത് വേണം മക്കളെ? അതിന് ഹോർലിക്സ് വേണം. അപ്പോൾ ഹോർലിക്സിനെക്കാട്ടിലൊരു സമാധാനം നമ്മുടെ കുടുംബത്തിനുള്ളതുണ്ടാ. കഞ്ഞി കുടിച്ചാലും അതിനകത്തൊരു ഫ്രൈഡ് റൈസ് കഴിച്ചാലും ഇഷ്ടമുള്ളത് കഴിച്ചാലും സന്തോഷത്തോടെയാ. അത് ദൈവകരങ്ങൾ കൊടുത്തുകൊണ്ട് സമാധാനത്തോടെ കഴിക്കുന്നത് കൊണ്ട് ഇന്നെൻ്റെ കുടുംബത്തിനകത്തൊരു സമാധാനമുണ്ട്. ആമേ, അതിനകത്ത് സമാധാനമുണ്ട്. കാര്യം എന്താണ്? അവൻ സമാധാനത്തിൻ്റെ പ്രഭു, സമാധാനത്തിൻ്റെ പ്രഭുവാണ് നമ്മുടെ കുടുംബത്തിൽ വസിക്കുന്നത്. യേശു സമാധാനത്തിൻ്റെ പ്രഭുവിനെ നിന്ന് കൊണ്ടുപോ. ഓ സമാധാന പ്രഭുവിനെ സ്വീകരിക്ക്. ഞങ്ങൾ അനുഭവിക്കുന്ന ഇന്നും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ട് സതീഷിൻ്റെ സർട്ടിഫിക്കറ്റിൽ നിന്നും ഹിന്ദു എന്നുള്ള പേര് വെട്ടിയിട്ടില്ല. പക്ഷെ ഇന്ന് ഇവിടെ സാത്താൻ വെട്ടി. പക്ഷെ സ്വർഗത്തിൽ എഴുതി സതീഷ് സാന്ത്വനമെന്ന്. ഓ ഹല്ലേലൂയ! പിശാച് ഇവിടെ വെട്ടി, ശത്രു വെട്ടി, സാത്താൻ വെട്ടി. കാര്യം എന്താണ്? അവനെ വിട്ടു, അവനെ ഞാൻ വിട്ടു. സ്വർഗത്തിൽ പേരെഴുതി സതീഷ് എന്ന് വിളിച്ചെടുത്ത് സതീഷ് സാന്ത്വനമെന്ന്. ഇന്ന് പലരും എന്നെ വിളിക്കുന്നത് സാന്ത്വനം ബ്രദറെ, സുഖം തന്നെ. പേര് പോലും വിളിക്കൂല, അത്ര ബഹുമാനമാ. ഞാൻ പുറത്തോട്ടിറങ്ങുമ്പോൾ എൻ്റെ കൂട്ടു സഹോദരങ്ങളും എന്നെ സ്നേഹിക്കുന്ന വിളിക്കുന്നത് സാന്ത്വനം ബ്രദറെ. ആ ഞാൻ ഇവിടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. എടാ സ്ഥിതി മാറിയില്ലേ? അവിടെ ഒരു സാന്ത്വനമായില്ലയോ? മറ്റൊരു സമയത്ത് കരയിച്ചു, മറ്റുള്ളവരെ കരയിച്ചവനാ. പണ്ട് കാലങ്ങളിൽ ഈ അടിയും നുണയുണ്ടാക്കാൻ വില്ലനാണ്. ഇത് പറഞ്ഞില്ലെങ്കിലും എനിക്ക് ഭയങ്കര രസമാണ് ഈ അടി ഉണ്ടാക്കാണ്. പറഞ്ഞില്ലെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് പല വീട്ടിൽ ചെന്ന് പറയും, ഇത് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇതാണ്, എൻ്റെ വീട്ടിൽ അടി നടക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നടക്കണം. എൻ്റെ വീട്ടിൽ മാത്രം പോരാ, നിൻ്റെ വീട്ടിൽ അടി നടക്കണം. ഈ നുണയും പറഞ്ഞുകൊണ്ടുള്ള സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ഞാൻ യേശുവിനെ സ്വീകരിക്കും. കാര്യം എൻ്റെ വീട്ടിൽ എന്നും അടിയും പിടി, അവിടെ വരെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എൻ്റെ വീട് മാത്രം അങ്ങനെ അടിയും വിളിയും നടക്കണ്ട, നാട്ടുകാരൊന്നും കൂടണ്ട, പിടിച്ചു മാറ്റണ്ട. വല്ലപ്പോഴേക്ക് കിട്ടുന്ന അവസരത്തിൽ താങ്ങി കൊടുക്കുന്നു. കൊലപാതകം വരെ നടക്കേണ്ടി വന്നു. കൊടുക്കണ അത്ര വലിയ സാധനമാണ്. നാവ് സൂക്ഷിക്കണം, നാവ് സൂക്ഷിക്കണം. യേശുവിനെ അറിഞ്ഞപ്പോൾ പറഞ്ഞു, ഇതൊന്നും ശരിയല്ല. നാവ് അടങ്ങി ചെയ്തത് പാവമാണെന്ന് മനസ്സിലാക്കി, മറ്റുള്ളവരോട് ചെയ്യുന്ന ദ്രോഹമെന്ന് മനസ്സിലാക്കി. ഒരു ദൈവ പൈതൽ ഒരിക്കലും ആരെ ദ്രോഹിക്കാൻ പാടില്ല. കാര്യം എന്താണ്? നിന്നെ ഒരു ചെവിടെ തടിച്ച മറു ചെവിടെ കാണിക്കണമെന്ന് കർത്താവ് യേശു ക്രിസ്തുവിടെ പറഞ്ഞതുകൊണ്ട് സകലത്തിന്മേൽ ക്ഷമിക്കുവാനോ, സകലത്തിന്മേൽ ക്ഷമ കൊടുക്കുവാനോ, എവിടെയും പൊറുക്കുവാനോ. ഇന്ന് നമ്മൾ മറ്റുള്ളവരുടെ സമാധാനക്കേട് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് തിരിച്ചു നീ സമാധാനത്തിന്റെ സാന്ത്വനമായി, ഒരു സാന്ത്വനമായി, സാന്ത്വനം ബ്രദറായി എൻ്റെ യേശു സാന്ത്വനമായി ഇറങ്ങി വന്നു എന്നിൽ.
അഭിമാനത്തോടെ പറയാം, എൻ്റെ യേശു സാന്ത്വനമായി. ആ സാന്ത്വനം ഇന്ന് അനവധി മക്കൾക്ക് ഇവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലും ലോകത്തിൻ്റെ വൻകരകളിലും പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് പലവർക്കും നമ്മൾ സാന്ത്വനമാകണം. നിന്റെ കുടുംബത്തിനകത്ത് നീ ഒരു സാന്ത്വനമാകണം. എന്തെങ്കിലും ഇതുപോലെ കണ്ണെന്നുണ്ടെങ്കിൽ, എന്നെ പോലെ ഉണ്ടെങ്കിൽ വിട്ട് കളഞ്ഞൊരു പകൽക്കാലം പറ, ഞാൻ യേശുവിനെ സ്വീകരിക്കാൻ പോകുന്നു. യേശുവിനെ വിശ്വസിക്കണം. വിശ്വസിക്കുന്നത് മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. അവൻ സമാധാന പ്രഭുവായി നിന്റെ ഭവനത്തിനകത്ത് താമസിക്കുക ചെയ്യോ. ആരൊക്കെ എന്തൊക്കെ കുത്തി മുറിവേൽപ്പിച്ചാലോ ഒരു ഹൃദയത്തിന് മുറിവേൽക്കാതെ. എടാ, സംശയരോഗത്തോടെ കല്യാണം കഴിച്ച നിന്റെ ഭാര്യ നീ തന്നെ വഴി തുറന്നു കൊടുക്കുകയാണ്. ഇന്ന് ഭാര്യയെ സംശയിച്ച് പറയും, കൂട്ടി വെച്ച് പറയും, ഇത് പറഞ്ഞ് മടുക്കം പറയും, എന്തായാലും പറയണം, ഇനി ഒന്ന് പോയിട്ട് വരാം. ഇന്ന് പലയിടത്ത് സംഭവിക്കുന്ന കാര്യമാണ്. ഈ സാധുക്കളായ സഹോദരിയെ കൂട്ടിവെച്ച് പറയുമ്പോൾ ഒരു 10 ഇര പറഞ്ഞാൽ പിശാച് കുത്തി കയറ്റി ഇന്നാളെ വെച്ച് വെള്ളം കൊണ്ട് കൊടുക്കുന്നു, പാല് കൊണ്ട് കൊടുക്കുന്നു. രഹസ്യത്തിലാണ് പാലൊക്കെ കൊണ്ട് കൊടുക്കണത്, ശബ്ദം ഉണ്ടാക്കണില്ല, പയ്യെ തുറന്നിട്ടാണ് കൊണ്ട് കൊടുക്കണം. പാലൊക്കെ പഞ്ചസാരൊക്കെ പയ്യെ കൊണ്ടുപോകണം. ഇതെല്ലാം ക്യാമറയെ കാണണേ, ശബ്ദമൊന്നും ഉണ്ടാക്കണില്ല. പറഞ്ഞു അവിഹിത ബന്ധം. ലോകം പറയത്തില്ലേ, ലോകം പറയൂലേ? പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് നാട്ടുകാർ എന്ത് പറഞ്ഞാലും എൻ്റെ ഭാര്യ, ഞാൻ കല്യാണം കഴിച്ച നാട്ടുകാർ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ടല്ല, സ്വർഗത്തിൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. കാര്യമെന്നുള്ള ഭാര്യയുടെ വിശ്വസിക്കാൻ കഴിയാത്തവനൊക്കെ തൂങ്ങിച്ചാവണമെന്ന് എനിക്കത് പറയാനേ ഉള്ളൂ. ഭാര്യ വിശ്വസിക്കാൻ കഴിയാത്തവർ അവിശ്വാസിയായിട്ട് കഴിയാനായിട്ട് തൂങ്ങിച്ചാവണമല്ലോ നല്ലത്. ഭൂമിക്കും ഭാരം, സ്വർഗത്തിനും ഭാരം. ഇരു മനസ്സോടെ രണ്ടിടത്ത് കിടക്കണേക്കാട്ടിലും എവിടെ ഭൗതികത്തിൽ തൂങ്ങണം. ഭൗതികത്തിൽ, ആത്മാവിലല്ല, ജഡത്തിൽ തൂങ്ങണം. അതിനങ്ങ് എടുത്ത് കളയണം. എന്നിട്ട് വിശ്വസിക്കണം. എൻ്റെ ഭാര്യ ആര് പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റും. കാര്യം എന്താണെന്നറിയുമോ? ഹൃദയം തുറന്ന് സംസാരിക്കുന്നതാ. ഇത് ഈ പെരുക്കിപ്പെട്ടി പരസ്പരം പറയാൻ നടക്കുന്നവരെ സൂക്ഷിച്ചോളണം. അടുത്തിരുന്ന് സംസാരിക്കില്ല, ആഹാരം കഴിക്കുമ്പോൾ സംസാരിക്കില്ല, ദൂരെ ചെന്നിരിക്കും. നീ കൊണ്ടുവന്നിട്ട് നിൻ്റെ റൂമിൽ പോ എന്നിട്ട് പറ, കുറച്ച് കഴിയട്ടെ, ഇവിടെ ഇത്തിരി പ്രശ്നമാണ്, ഞാൻ അല്പം കഴിഞ്ഞ് വിളിക്കാം. ഓടിക്കൊണ്ട് എന്താ ചേട്ടാ? അത് കമ്പനിയിൽ നിന്ന് മറ്റേ അറിയാലോ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം സ്ത്രീകളാണല്ലോ, ഒരാളെ വേണമെന്നാണ് പറഞ്ഞത്. പാവം, ഇവരെയൊക്കെ പറ്റിക്കാം, എന്തും പറഞ്ഞ് പറ്റിക്കാം. എൻ്റെ യേശുവിനെ പറ്റിക്കാൻ പറ്റത്തില്ല, എൻ്റെ യേശുവിനെ പറ്റിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ പലതിനെ പറ്റിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ചിലതിൻ്റെ മേലൊക്കെ പിടി വീഴുന്നുണ്ട്. ഇന്ന് പറ്റിക്കുന്ന നടുമേൽ ചില പിടി വീഴുന്നുണ്ട്. അവൻ വീരനായതുകൊണ്ട് ചില പിടികൾ ചില മുറുകുന്നുണ്ട്. എവിടെയെങ്കിലും ദൈവഹിതമില്ലാത്ത ചെയ്യുന്നുണ്ടെങ്കിൽ ചില പിടി വീഴുന്നുണ്ട്. ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് സമാധാനം, അവൻ സമാധാനം തരും. വിശ്വസിക്കേ, നിനക്കെന്ന ദാസ്യത വിശ്വസിക്കേ. ആത്മാർത്ഥ വിശ്വാസമില്ലെങ്കിൽ കല്യാണം കഴിക്കരുത്. വിശ്വാസമില്ലാത്ത സ്ത്രീ ഒരിക്കലും ഭാര്യയാക്കരുത്. നിന്റെ ഭാര്യയെ കൊണ്ടുവന്ന് അവസാനം ഒരുപാട് വാക്ക് പറഞ്ഞ് ഇന്ന് എത്രയോ ഒരു പറഞ്ഞിട്ട് അങ്ങേരിക്ക് ഭാര്യയും ഇല്ല, അവൾക്ക് ഇങ്ങേരെയും ഇല്ല, വേറെ ആളുടെ കൂടെയാണ് പറഞ്ഞത്. ആരാണ് പറഞ്ഞ് തള്ളി വിട്ടുകൊടുത്തതാ. ഇന്ന് തള്ളുന്നമാരുടെ തള്ളൽക്കാരുടെ തള്ളുന്നമാരോട് പറയുക, നീ തള്ളി വിട്ടാ പോണ സാധനങ്ങളാണിത്. ബലഹീനുള്ളതാണ്, സ്ത്രീ ബലഹീനതയാ. നീ പറഞ്ഞ് മോഹിച്ചാൽ അതെടുത്ത് തിന്നും. സ്ത്രീ അന്വേഷിച്ചു പോയി, യാതൻ തോട്ടത്തിൽ അന്വേഷിച്ചു പോയതാ. ഭർത്താവിടെ ഇരുത്തിയിട്ട് അന്വേഷിച്ചു പോയി. സാത്താൻ പറഞ്ഞ് തിന്ന്. അന്ന് നഷ്ടപ്പെട്ട സമാധാനമാ കർത്താവായ യേശു ക്രിസ്തു വന്നിട്ടും ഇന്ന് പല ഭവനങ്ങളിൽ അതില്ല. സമാധാനം ഉണ്ടാക്കുവാൻ അവിടെ ഇറങ്ങി വന്നു. യേശുവിനെ സ്വീകരിച്ചവർ
ഹൃദയം കൊണ്ട് ആത്മാർത്ഥമായി പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിച്ചവർക്ക് മാത്രമേ സമാധാനമുള്ളൂ. ഇന്ന് പേരിൽ നാമ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് ലേബൽ ഒട്ടിച്ചു നടക്കുന്നവർക്ക് സമാധാനമില്ല. യേശുവിനെ പൂർണ്ണ ഹൃദയത്തോട് പൂർണ്ണ ആത്മാവില് പൂർണ്ണ ശക്തിയിലോ സ്വീകരിച്ചവർക്ക് മാത്രമേ സമാധാനം അനുഭവിക്കുന്നുള്ളൂ. അത് ഞാനും നീയോ അനുഭവിക്കുന്നുണ്ടോ? യെസ്. ശബലബല ധലബര ശംദലബ ഉടവ അടന രഗന വൈഡവ രംദല ബൗഡവ ഹസ്തല ബൗഡവ രാജപദീന രഗരേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനം നല്ലപോലെ അനുഭവിക്കുന്നുണ്ട്. ഞാൻ ഉപവാസം കഴിയുമ്പോൾ കുടുംബത്തിനകത്തു ഞാൻ ആദ്യമേ പ്രാർത്ഥിച്ചോളണം. അല്ലേ ബ്രദറെ? നമ്മൾ ഈ ബസ്സിന് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ സീറ്റ് എവിടെ കിട്ടണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോളണം. ദൈവം നിനക്ക് ഒരുക്കും സമാധാനത്തോടെ യാത്ര ചെയ്യുവാൻ. സമാധാനത്തോടെ ഏത് വാഹനമായിക്കോട്ടെ, നിങ്ങൾ ഏത് വാഹനത്തിലാണ് ഇന്ന് ഇവിടുന്ന് പുറപ്പെടുമ്പോൾ പറയണം, എനിക്ക് ഇന്ന സ്ഥലത്തൊരു സീറ്റ് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നിന്റെ യാത്രയിൽ വരെ സീറ്റ് ഒരുക്കുന്ന ദൈവ, സമാധാനത്തോടെ യാത്ര ഒരുക്കുന്ന ദൈവ. ആ കരമടിച്ചു ദൈവം പറ, എൻ്റെ ദൈവം കൂടെയുണ്ട്. അവൻ സമാധാനത്തിൻ്റെ പ്രഭുവാണ്, സാന്ത്വനിപ്പിക്കുന്ന ദൈവമാണ്. അവൻ അത്ഭുത മന്ത്രിയാ, നിന്റെ കൂടെ ഇരിക്കുന്ന സമാധാനം. ഇന്ന് സമാധാനം നഷ്ടപ്പെട്ടു പോയവരെ, ഉറക്കം നഷ്ടപ്പെട്ടു പോയവരെ, വേദനയുടെ നടുവിൽ ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങുന്നവരെ ഞാൻ പറയുന്നു, നിന്നെ സമാധാനിപ്പിക്കും. യേശുവിന്റെ അടുക്കൽ വന്ന് സമാധാനിപ്പിക്കുക. നീ കയറെടുക്കണ്ട, വിഷക്കുപ്പി എടുക്കണ്ട, നീ ഒരിടത്തും വേണ്ട, കുളം നോക്കണ്ട, തോട് നോക്കണ്ട, ആറ് നോക്കണ്ട, ഒന്നും നോക്കണ്ട. യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി. വേദനയുടെ നടുവിൽ എല്ലാം നഷ്ടപ്പെട്ടവനായി നോക്കിയത് കൊണ്ടാ എൻ്റെ യേശു എൻ്റെ ഹൃദയത്തിനകത്ത് എങ്ങനെ വന്ന് വീഴുന്നോ അന്ന് മുതൽ അത് പടരാൻ തുടങ്ങി. ഞാൻ അടിയുണ്ടായിക്കൊണ്ട് കിടന്നവനാ. ഇന്ന് പലയിടത്തും ഉണ്ടാക്കുന്നിടത്ത് എന്നെ വിളിക്കും. വേറെ പ്രശ്നമാണ് കുടുംബത്തിനകത്ത്, ഭയങ്കര പ്രശ്നം, ഭയങ്കര പ്രശ്നം. വിവാഹം നടന്നില്ല, നിശ്ചയിപ്പ് കഴിഞ്ഞു. നിശ്ചയിപ്പ് ഒരാഴ്ചയായപ്പോൾ ഡൈവോഴ്സ്. അമ്മ ആത്മഹത്യ ചെയ്യും. സഹോദരൻ പറഞ്ഞു എവിടെ ജയിലിൽ പോലീസ് സ്റ്റേഷനിൽ കയറ്റും. ഒരു കാമുകനുണ്ട്, ഇപ്പം കെട്ടിക്കുമെന്ന് പറഞ്ഞു. നാട്ടുകാർ വീഴണം നോക്കിയിരുന്നു തീ കത്തിക്കാൻ വേണ്ടി. വീട് കത്തുമ്പോൾ വാഴ വെട്ടാൻ വേണ്ടി കുറേ പേരുണ്ട് നിൻ്റെ വീട്ടിനടുത്ത്. അമ്മേ, വീട് കത്തുമ്പോൾ വാഴ വെട്ടുന്നവരെ നോക്കിക്കോളണം. കാര്യം എന്താ? രാവിലെ ഉച്ചയ്ക്ക് തുടങ്ങിയ പ്രശ്നം 9 മണിയായപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാനിവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി, ഞാനും പറഞ്ഞ ഇവിടെ. എല്ലാവരും പറയും ഇപ്പം ശരിയാക്കും. കുറേ ഒരു വണ്ടിയും വെച്ചുകൊണ്ടിരിക്കുക, നാട്ടുകാർ മൊത്തം ഉണ്ട്. പക്ഷേ അന്ന് സമാധാനം ഇല്ലാത്തടുത്ത് അസമാധാനം ഉണ്ടാക്കിയെടുത്ത് ഞാൻ ചവിട്ടിയെടുത്ത് ഒരു സമാധാനം പറയും. എല്ലാവരും കണ്ണുകൾ നോക്കി അതിശയിച്ചു, ഇതെന്താ സംഭവിക്കുന്നത്? പക്ഷേ വാക്കുകൾക്ക് സമാധാനത്തിൻ്റെ യേശുവിനെ ഞാൻ കൊടുത്തപ്പോൾ അമ്മ സമാധാനപ്പെട്ടു, മോള് സമാധാനപ്പെട്ടു, സഹോദരൻ അമ്മയെ സമാധാനപ്പെട്ടു. എൻ്റെ കൂടപ്പറപ്പാ ആത്മഹത്യ ചെയ്തില്ല. എൻ്റെ സഹോദരി ഇങ്ങനെ പറയട്, എടാ എവളെ എങ്ങനെയെങ്കിലും നീ ഇവിടുന്ന് കൊണ്ടുപോ, പേരുദോഷം ഉണ്ടാക്കിയവളാ. നിശ്ചയിപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് വേറൊരു ബന്ധമുണ്ട്. ഇത് കേട്ടപ്പോൾ അമ്മ ബോധം കെട്ട് വീഴുന്നു ആശുപത്രിയിൽ. അമ്മയ്ക്ക് ഇനി മരിച്ചാൽ മതി. നാട്ടുകാരെ മൊത്തം വിളിച്ചു, വീഡിയോ റെക്കോർഡ്, ഫോട്ടോ എടുപ്പ്, ഫേസ്ബുക്ക്, ആ ബുക്ക് ഈ ബുക്ക്, ഏതെല്ലാം ബുക്കുണ്ടോ റേഷൻ കാർഡ് വരെ കയറി. പ്രൈസലോ. നാട്ടുകാരെ മൊത്തവും വിളിച്ചു കൂട്ടി, നാണം കെടുത്തി. നാട്ടുകാർ വിചാരിച്ചു ആ കുടുംബത്തിൽ ഇപ്പം തീ കത്തണ കാണാം. പക്ഷേ എന്നെ ദൈവം എല്ലാം കഴിഞ്ഞ് അണയ്ക്കാൻ പറ്റാതെ അപ്പോഴാണ് വിളിക്കണത്. ആരെക്കൊണ്ടും അവിടെ അണയ്ക്കാവില്ല, അത്ര വീരനൊന്നുമല്ല. പക്ഷെ ഞാൻ ചുമക്കുന്ന ദൈവത്തെ നിങ്ങൾക്ക് പറയുന്നു, ഞാൻ എൻ്റെ യേശുവിനെ കൊണ്ടുപോയാൽ ഞാനല്ല പ്രവർത്തിക്കുന്നത്, എന്നിൽ പ്രവർത്തിക്കുന്ന ഒരു യേശുവുണ്ട്. അവൻ നിന്റെ കുടുംബത്തിനകത്ത് സമാധാനം തരും, നിന്റെ മുറിവുകളെ വെച്ച് കെട്ടും, നിനക്ക് ഒന്നും വരത്തില്ല. നീ എൻ്റെ ദൈവം നിനക്ക് സമാധാനം തരും. ഇന്നാരെങ്കിലും വീട് നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട് കിടന്നുണ്ടെങ്കിൽ നിനക്കായിരിക്കുന്ന വീട്ടിൽ തന്നെയാണ് സഹോദര, നിന്നെ ഈ വീട്ടിൽ തന്നെ ദൈവം കയറ്റി താമസിപ്പിക്കും. ബ്രദറെ, ദൈവം അത്ഭുതം ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആയിരിക്കുന്ന സിസ്റ്ററെ, ദൈവം നിങ്ങളുടെ മേലൊരു അത്ഭുതം ചെയ്യുന്നുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിലേക്ക് നിന്റെ വീട്ടിൻ്റെ പണിയുടെ കല്ലുകൾ ഉയരുന്നതായിട്ട് ആത്മാവിൽ ഞാൻ കാണുന്നു. ഓരോ കല്ലുകളും നീ എടുത്തു വയ്ക്കുന്നു. സമാധാനം നഷ്ടപ്പെട്ടവ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സമാധാനം പകരുകയാണ്. അടുത്ത
അവൻ അവസാനമുണ്ടാകുകയില്ല. എൻ്റെ യേശുവിന് എല്ലാവർക്കും അവസാനം ഉണ്ടാകും. എൻ്റെ യേശുവിന് അവസാനമുണ്ടാകില്ല. ദാവീദിൻ്റെ സിംഹാസനത്തിനും അവൻ്റെ രാജ്യത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും എങ്ങനെയൊക്കെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? അവൻ അതിനെ ഒന്ന് ന്യായത്തോട്, നമ്മളെ വീട് ന്യായത്തോടെ ആയിരിക്കണം, സമാധാനം ന്യായത്തോടെ ആയിരിക്കണം. നമ്മളെ വീട്ടിനകത്തില്ലാത്ത ഒരു ദൈവത്തിന് പ്രവർത്തിക്കാത്ത ഒന്നും വേണ്ട. ദൈവത്തിന് നമ്മളെ വീട് ന്യായത്തോടെ വീടായിരിക്കണം. നിങ്ങളെ വീട്ടിനകത്ത് ഒരു വചനം വയ്ക്കണം, കർത്താവിൻ്റെ നല്ലൊരു വചനം കൊണ്ട് വയ്ക്കണം. ഹല്ലേലൂയ, ആശ്വസിപ്പിക്കുന്ന വചനം. അതാ ദൈവത്തിന് പ്രവർത്തിക്കത്തക്ക വണ്ണം ആമേൻ ന്യായമായൊരു വീട് വെച്ചാൽ, കന്നിമൂല, വടക്ക് മൂല, തെക്ക് മൂല, കന്നിമൂല, അവിടെ മൂല, ഇവിടെ മൂല, കംപ്ലീറ്റ് മൂലം എല്ലാം അവിടെ നിന്ന് തുടങ്ങുന്നത് അവിടെ നിന്നാണ്, അവസാനിക്കണത്. തൊട്ടടുത്തിരിക്കുന്നവരൊന്നൊരു ഷൂ എടുത്തേ, അല്ലെങ്കിൽ പറഞ്ഞു വിട്. തുടങ്ങിയത് എവിടെയാ? പറയും. കന്നിമൂലയെന്ന്. ഞാനും ഇവിടെ വെച്ച സമയത്ത് എൻ്റെ ബന്ധുവെന്ന് പറഞ്ഞു, അവിടെ ശരിയാവൂല, ഇവിടെ ശരിയാവൂല, ഇങ്ങനെ ശരിയാവൂല. 3 സെൻറ്റിനകത്ത് അവിടെയും ശരിയാവൂല, ഇവിടെയും ശരിയാവില്ല, ഇവിടെയും ശരിയാവൂല. ഏക്കറക്കണക്കിന് ഉള്ളവനെല്ലാം ശരിയാവും. ഒരു 50 സെൻറ്റ് 10 സെൻറ്റ് ഉള്ളവന് കന്നിമൂലയും കണ്ടുപിടിക്കാം, വടക്കേ മൂലം കണ്ടുപിടിക്കാം, തെക്കും പടിഞ്ഞാറും ബാത്റൂമേ കണ്ടുപിടിക്കാം. എനിക്ക് അതിനെക്കുറിച്ചുള്ള വലിയ ഒരു പിടുത്തമില്ല. പക്ഷെ പലരും പറഞ്ഞു അത് നോക്കി ചെയ്തില്ലെങ്കിൽ സമാധാനമില്ല, വേവിക്കുന്ന ആഹാരങ്ങളെല്ലാം വെന്തുപോകും, പൈപ്പ് തുറന്ന വെള്ളം വരും, ഗ്യാസ് കത്തിച്ചാൽ തീ കത്തും, സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും, പിന്നെ ഒരുപാട് കാര്യം. ബാത്റൂമിൽ കയറി കുളിച്ച് സോപ്പ് തേച്ച് അഴുക്ക് പോകും, സോപ്പ് തേച്ച് കുളിച്ച് അഴുക്ക് പോകും. ഒരുപാട് ദോഷങ്ങൾ കാണുന്നുണ്ട്. എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു ഒരു കണ്ട്രാക്ക്, എൻ്റെ പൊന്ന് കണ്ട്രാക്ക്, ഞാൻ അത് കന്നിമൂല കണ്ടുപിടിക്കട്ടെ ഒന്ന് പറ. ദൈവത്തെ അറിഞ്ഞങ്ങ് കത്തി നിൽക്കണ സമയം ജ്വലിക്കണം. ഒരു മുട്ടം ബന്ധുവാ, പറയണില്ല, കുടുംബത്തിനകത്തുള്ളതാ, അമ്മേരെ കുടുംബത്തിനകത്തുള്ള മുട്ടങ്ങ് കണ്ട്രാക്ക കെട്ടണം വെച്ച് കൊടുക്കണം. ഞാൻ പറഞ്ഞു പടി കയറ്റരുത്, നമ്മൾ അതിരിനകത്ത് കയറ്റരുത്. അമ്മേരെ കൂടെ പറമ്പ കേൾക്കണമെങ്കിൽ കേൾക്കട്ടെ, ഇന്നാണെങ്കിൽ മാനസാന്തരപ്പെട്ട് കേൾക്കണമെങ്കിൽ കേൾക്കട്ടെ. സ്വന്തം കൂടപ്പറപ്പ കണ്ട്രാക്ക, കരമന വേണമെങ്കിൽ അഡ്രസ്സ് തരാം. എനിക്ക് അഭിമാനമേ ഉള്ളൂ. തൊട്ട് തളിയല താമസിക്കുന്നത്, തളിയൽ. ഞങ്ങൾ കുടുംബക്കാരെല്ലാം തളിയല, സിറ്റിയിലുള്ളവരാണ്. അപ്പോൾ മാമനെ അങ്ങ് വിളിച്ചു, മാമ എനിക്ക് വീട് വെച്ച് തരണം മാമ. മാമ വണ്ടി എടുത്ത് ബുള്ളറ്റിൽ ഇങ്ങോട്ട് ചാടി ഇങ്ങോട്ട് വന്ന് മൂലം കണ്ടുപിടിക്കണം. അവിടെ മൂലം ഇവിടെ എല്ലാം ഡേ അത് ശരിയാവില്ല, ഇത് ശരിയാവില്ല. മാമൻ അങ്ങ് പറഞ്ഞു വിട്ട്. മേലെ ആത്മാവിൽ പറഞ്ഞു, ദൈവം സംസാരിച്ചു, ഇതിനെ കയറ്റരുത്. പ്രാർത്ഥിച്ചു, ദൈവഹിതമുള്ള ഒരാൾ വരട്ടെ. നമ്മളെ വീട് പണിയാൻ ദൈവഹിതമുള്ളായിരിക്കണം. ആരുമായാലും ഏത് വ്യക്തിയാലും ദൈവഹിതമുള്ളവരെ കയറ്റാവും. ചിലതൊക്കെ കയറ്റി കഴിഞ്ഞാൽ വീടിൻ്റെ ഒരു കട്ട പോലും ഉയരത്തില്ല. ഒരു കട്ട വെച്ചിട്ട് അടുത്ത കട്ട വെക്കിയിട്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്നവരെ ചിലതൊക്കെ കാണുമ്പോൾ എരിച്ചിലാണ്. ഹല്ലേലൂയ. നീ വീട് പണിയുന്നുമ്പോ നിന്റെ ജോലിക്കാർ എങ്ങനെയാണെന്ന് ദൈവത്തോട് പറയണം. കർത്താവേ, വേലക്കാരെ നീ അയക്കണം. ദൈവഹിതമില്ലാതിനൊക്കെ വിളിച്ച് കയറ്റിയതുകൊണ്ടാ പല വീടൊന്നും പണിയാതെയും പൂർത്തീകരിക്കാതെയും കഴിക്കണത്. ഞങ്ങളിവിടെ അടിപൊളിയായിട്ട് ദൈവഹിതമൊന്ന് പാർത്തു. ഇന്ന് ഞങ്ങൾക്ക് യാതൊരു മൂലയെന്ന് അറിവിട, എല്ലാ മൂലയിലും സന്തോഷമാണ്. ഈ മൂലയിൽ നിന്ന് സന്തോഷം കിട്ടുന്നുണ്ട്, ഈ മൂലയിൽ നിന്ന് സന്തോഷം കിട്ടുന്നുണ്ട്, അവിടുത്തെ മൂലയിൽ നിന്ന് സന്തോഷം, എല്ലാ മൂലയിൽ നിന്നും സന്തോഷം, ആത്മസന്തോഷം. ഞാമല്ലേ ആത്മസന്തോഷം വാരിയെറിയുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നത്. അവൻ ആമേ ഹല്ലേലൂയ വായിച്ചെന്തായിരുന്നു? സമാധാനത്തിന് അവസാനമുണ്ടാകുകയില്ല, എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും, അതാ പോയിന്റ്, ന്യായത്തോടും നീതിയോടും ആയിരിക്കണം നമ്മുടെ വീട്. ന്യായമായതേ ചെയ്യാവൂ. ന്യായമല്ലാത്തത് കൊണ്ട് വെച്ച് കെട്ടിത്തൂക്കിയിട്ട നിന്റെ ജീവിതം ഇങ്ങനെ കിടന്ന് കുമ്പളങ്ങി ആടും പോലെ ആടും. സഹിക്കാൻ പറ്റുമെങ്കിൽ സഹിച്ചോ മതി.
എനിക്ക് വേറെ ഒന്നും പറയാനില്ല. കള്ളിമുള്ളും പലതും കെട്ടി തൂക്കുക, മനസ്സിലായി ഇതിനകത്താണ് ഇരിക്കണേന്ന്. ഇതിനകത്ത് ഇരിക്കണം. നിന്റെ ജീവിതം എല്ലാവർക്കും കള്ളിമുള്ളുപോലായി പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനം പറയുന്നു ന്യായത്തോടെ. അവൻ ന്യായം മാത്രമേ ചെയ്യൂ, അനീതി ചെയ്യുന്ന ദൈവമല്ല. അവൻ വാസ്തവമായി പറഞ്ഞു, ക്രൂശിൽ വെച്ച് പറഞ്ഞു, അവൻ നീതിമാനാണ്. അന്നത്തെ ഭരണ ചക്രവർത്തി പറഞ്ഞു അല്ലേ, വാസ്തവമായി യേശു ആരാ? നീതിമാനാ. ആ നീതിമാൻ ന്യായത്തിലേ ചെയ്യുള്ളൂ. നിങ്ങൾ അനീതി എന്ത് ചെയ്താലും, ആർക്ക് വേണ്ടി ദ്രോഹം ചെയ്താലും, ഇന്ന് ഏത് പഴത്തിലാണ് കയറ്റി വിട്ടാലും അത് നിനക്ക് ഫലിക്കത്തില്ല. പഴത്തിലൂടെ കയറ്റിവിട്ട് തിന്നെന്ന് പറയും. ധൈര്യമായിട്ട് സ്തോത്രം പറഞ്ഞ് കഴിച്ചോ. നിനക്കറിഞ്ഞില്ല അവൻ നീതിമാനാണ്. അനീതി ചെയ്യത്തില്ല. പഴത്തിലും അവിലും പൊരിയിലും കരിമ്പിലും തുരുമ്പിലും ഇരുമ്പിലും ചെമ്പിലും സ്വർണത്തിലും കയറ്റിവിട്ട നിനക്കൊന്നും സംഭവിക്കത്തില്ലെന്ന് ആത്മാവിൽ ഒരു ദൂത് വിളിച്ച് പറയാണ്. വെള്ളിയും ചെമ്പും ഇരുമ്പും തകിടും ഏത് കൂടപാത്രത്തിൽ ചെയ്തു വെച്ചാലും നിനക്കും എനിക്കും ഒന്നും സംഭവിക്കത്തില്ല. കാര്യം ഈ വചനം കിടക്കുന്നു. അവൻ ന്യായം മാത്രമേ ചെയ്യൂ. അവൻ നീതിമാണ്, ന്യായമാണ്. അനീതിയിലല്ല ചെയ്യുന്നത്, ന്യായത്തിലെ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. ഒന്നും സംഭവിക്കാത്തോട് കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊണ്ട് ഇതുവരെ ജീവിച്ചതിനെ ഓർത്ത് സ്തോത്രം പറ. ഇതുവരെ അത്ഭുതനായി സ്തോത്രം പറ. ഹല്ലേലൂയ. നീതിമാനോ ന്യായമായും നീതിയോടെ അവൻ നീതി കൂടെ സ്ഥാപിക്കത്തുള്ളൂ. അടുത്ത് പറയുന്നു, ഇത് നിലനിർത്തും. ദൈവം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിലനിർത്തും. നിങ്ങൾക്ക് ദൈവം തരുന്നതെല്ലാം നഷ്ടപ്പെടില്ല. ഒരു കാര്യം പിടിച്ചോളാം, ദൈവം നിങ്ങൾക്ക് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്ന കളഞ്ഞു കുളിക്കരുത്. എനിക്കിത്രേ പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ദൈവം സൗജന്യമായി കിട്ടിയിട്ടുണ്ട്, ഒരു പൈസ കൊടുക്കാതെ, ഒരു വിഷമില്ല, പ്രാർത്ഥനയോടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നീ ന്യായം മാത്രമേ ചെയ്യാവൂ. നീ അതിനകത്ത് കയറി അനീതി ചെയ്ത നിൻ്റെ ബന്ധുക്കളും കൂട്ടുകാരും സകലരും വന്നിട്ട് അവസാനം അവിടം തൊട്ട് ഇതം തൊട്ട് പൂക്കലടിച്ചു കഴിഞ്ഞാൽ സകലത്തിന്മേൽ അടിച്ചു വാരി തൂത്തുവാരി ചൂലിൽ അടിച്ചിറക്കം പോലെ കുപ്പത്തൊടിയിൽ വാരി എറിയുന്ന ദിവസം വരും. നിന്റെ വീട് ന്യായത്തോടെ ആയിരിക്കണം. ആര് വന്നാലും തോന്നും പോലെ ചെയ്യുന്നതല്ല നിന്റെ വീട്. നിന്റെ ഭവനം എങ്ങനെ ആയിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. ആരുമായിക്കോട്ടെ. ചിലപ്പോൾ അവിശ്വാസിയായിരിക്കും വരുന്നത്, ചിലപ്പോൾ ഒരു പിടി മെഴുതിരിയും കൊണ്ടുവരും. നമുക്കിന്ന് കത്തിച്ചിട്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. അത് കാത്തിരിക്കുകയാണ്. എന്തെങ്കിലും വിശേഷം വരവ പറയും, നമുക്ക് ഇന്നത് നല്ല മധുരം വെച്ച് കഴിക്കാം. അവിടെ വെളിയിറങ്ങിയുണ്ട് എങ്ങനെ ഇവിടെ ഭയങ്കര കാപിടിച്ച് കിടക്കുകയാണ്. നിന്റെ അനുഗ്രഹം ദർശനം കീക്കിയാവും. പിന്നെ ഇരുന്ന് പിന്നെ കരച്ചിലായിരിക്കും. വിളിച്ച് കയറ്റരുത്. വരുന്ന വ്യക്തി ആരുമായിക്കോട്ടെ, ഏത് കൊലകൊമ്പരുമായിക്കോട്ടെ, നിന്റെ വീട് എങ്ങനെയായിരിക്കണം നീ നോക്കണം, സൂക്ഷിക്കണം. അത് നഷ്ടപ്പെടാതെ അനീതിയിൽ പ്രവൃത്തി. അനീതി ചെയ്താൽ നഷ്ടപ്പെടും ദൈവ പൈതലേ. നിന്റെ ഭവന അനീതിക്ക് വേണ്ടി വിട്ടുകൊടുത്താൽ ആത്മാവിൽ നിന്ന് പറയുക, നഷ്ടപ്പെടും. എടുത്തവൻ തിരിച്ചെടുക്കും. കാര്യം എന്താണ്? അവൻ സൗജന്യമായി തന്നിരിക്കുന്നത്. അതാർക്കും തോന്നും പോലെ ചെയ്യുവാനും. എൻ്റെ വീട്ടിനകത്ത് പ്രാർത്ഥിച്ചു, കണ്ണുനീരോടെ എൻ്റെ കുടുംബ വീട് എടുത്തു. ചെന്നപ്പോൾ ഫോട്ടോയൊക്കെ കൊണ്ടുവരണം. ഞാൻ നിലവിളിച്ചും കരഞ്ഞും അടിസ്ഥാനം വരെ എൻ്റെ കുടുംബ വീട് ഞാൻ സഹായിച്ചു. അത്രത്തോളം ചെയ്തു. ഞാൻ പറയും, ഇതിനകത്ത് ഒരു ഫോട്ടോയും കൊണ്ട് വയ്ക്കാൻ പറ്റൂല. വെച്ചാൽ എൻ്റെ ജീവൻ ഇവിടെ തീരും. ഞാൻ വേറൊന്നും പറയില്ല. ഇന്ന് വെച്ചാൽ എൻ്റെ ജീവൻ ഇവിടെ തീരും. വേറൊന്നും, എൻ്റെ ജീവൻ ഇവിടെ തീരും. അത്ര അകത്ത് കത്തിയവന. ഇന്ന് വചനം മാത്രമേ ഉള്ളൂ. പലരും വയ്ക്കാൻ ശ്രമിച്ചു കൊണ്ട് കയറ്റി വന്ന വഴിയെ ഓടി പുല്ല് പോലും കുരുത്തില്ല. തലമുറകൾ വന്നു, കുരിശും പലതൊക്കെ എടുത്തുകൊണ്ട് കൊന്തയും കൊണ്ടൊക്കെ വന്നു. ചില ദിവസം മാത്രമേ ഇരുന്നുള്ളൂ, പുല്ല് പോലും കുരുത്തില്ല. നമ്മളെ കണ്ണ് വെട്ടിച്ച് നമ്മളൊക്കെ നേടുന്നതൊക്കെ ആരെങ്കിലും കൊണ്ട് വെച്ചാൽ നിന്നെ ദേശത്തൊന്നും തന്നെ പറിച്ചു മാറ്റും ദൈവം.
ആ ദേശത്തെ നില പറിച്ചു മാറ്റും. കാര്യം എന്താണ്? അതിനകത്തൊരു വേദനിക്കുന്നൊരു ഹൃദയം. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഞാൻ കൊടുത്തത് കൊണ്ട് ഞാനല്ല പ്രവർത്തിക്കുന്നത്, എൻ്റെ കർത്താവ് യേശു ക്രിസ്തു വീര്യം പ്രവർത്തിക്കും. അവൻ നീതിമാനാണ്, ന്യായം മാത്രമേ ചെയ്യത്തുള്ളൂ. അവൻ ന്യായത്തോടും നീതിയോടുകൂടെ സ്ഥാപിച്ചു, നിലനിർത്തും. ഈ വർഷം നിലനിർത്തുന്നതാണ്. നിങ്ങളുടെ അനുഗ്രഹങ്ങൾ നിലനിർത്തും. കരമടിച്ച് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ശക്തിയോടെ കരമടിച്ച് ദൈവം നിലനിർത്തുന്ന അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. ആരെയും അനുഗ്രഹം നഷ്ടപ്പെടരുത്, ആരെയും നന്മ ശത്രു അപകരിക്കരുത്. ദുഷ്ടൻ കണ്ണ് വെച്ചിട്ടുണ്ടെങ്കിൽ മാറിപ്പോട്ടെ, ശത്രുവിൻ്റെ കണ്ണിൽ നിന്ന് മാറിപ്പോട്ടെ, ശത്രുവിൻ്റെ കണ്ണിൽ നിന്ന് മാറിപ്പോട്ടെ. നിങ്ങളുടെ നന്മയ്ക്ക് നിങ്ങൾ പ്രോപ്പർട്ടി കണ്ണ് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ഭവനം മറ്റു ദുഷ്ടൻ കണ്ണ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും മാറിപ്പോട്ടെ. ഒന്ന് മാറിപ്പോട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിന്മേൽ ശാസിച്ചു സ്പർശിക്കുന്നു. വീട്ടിന്റെ പടി ചവിട്ടുമ്പോ എന്താ പറഞ്ഞത്? പറഞ്ഞേ കറാവൂ, വീര്യം പ്രവർത്തിക്കും. യേശു വീര്യം പ്രവർത്തിക്കുന്നു പറഞ്ഞിട്ടേ കറാവൂ. ഒരു വീടുള്ളവർ ഒരു വീടൂടെ ദൈവം കൊടുക്കുന്നുണ്ട്. അത് നിന്റെ സ്ഥലത്തൊന്നുമല്ല, സ്ഥലം മാറുന്നുണ്ട്. നീ പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത്, വണ്ടി പോകുന്നിടത്ത്, ആമേ, ടാറുള്ള സ്ഥലത്ത് ഒരു വീട് സ്വർഗത്തിലെ ദൈവം, നീ എന്ന് കയറുന്ന ടാറ് വെച്ച റോഡിൽ ഗേറ്റുള്ള വിശാലമായ ഒരു വീട് നിനക്ക് ദൈവം തരുന്നുണ്ട്. ഈ വർഷം കിട്ടുന്ന ദൂത പിടിച്ചെടുത്തോ. ഒരു വീടുള്ളവന് 2 വീടായിട്ട് മാറുന്നുണ്ട്. കാര്യമെന്താ? ഒരു വർധന കിടക്കുന്നുണ്ട്. കാര്യമെന്താ? ആമേ, ദൈവം തരാൻ പോകുന്നത് വേണ്ടെന്ന് പറഞ്ഞാലും തരും. ഞാൻ പലപ്പോഴും പറഞ്ഞു, എനിക്ക് വേണ്ട കർത്താവേ. നമ്മൾ പറഞ്ഞാലും ദൈവം തന്നിട്ടേ പോകും. നമ്മുടെ ദൈവം സ്നേഹവാനാ. അപ്പൻ കൊടുക്ക. എൻ്റെ മക്കളുടെ പറയും, മക്കളെ ഇത് മതിയാ. എൻ്റെ മോള് പറയും, പപ്പ ഒരു ബിസ്ക്കറ്റ്. ഞാൻ ഒരു ബിസ്ക്കറ്റല്ല വാങ്ങിക്കുന്നത്, ഒരു ബണ്ടലാണ് വാങ്ങിച്ചു കൊടുക്കണത്. എൻ്റെ മോള് വന്ദന ചോദിച്ചത് ഒരു ബിസ്ക്കറ്റ്. ഏത് ബിസ്ക്കറ്റ് മോള്? ഇഷ്ടമുള്ളൊരു ബിസ്ക്കറ്റിൻ്റെ പേരുണ്ടല്ലോ, ഓറിയ ബിസ്ക്കറ്റ്. അതിൻ്റെ ഒരു ബണ്ടൽ മാർജിൻ മുറി കയറുമ്പോഴേ അതിൻ്റെ വലിയൊരു പാക്കറ്റ് ഉണ്ട്. എൻ്റെ മോള് ചോദിച്ചത് 10 രൂപ ബിസ്ക്കറ്റ്. ഞാൻ കൊടുക്കുന്നത് 250 രൂപ ബിസ്ക്കറ്റ് ആയിരിക്കും. ഒരു ബണ്ടലാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. നീ ഒന്ന് ചോദിച്ച 1000 തരുന്ന ദൈവം. നീ ഒന്നാ ചോദിച്ചത് 1 തരുന്നത് 1000 നക്ഷത്രങ്ങളെ പോലെ, കടലിലെ മണൽത്തരി പോലെ. ഈ വർഷത്തിലെ ദൂത വർധന. 7 ദിവസം ഇരുന്നത് വെറുതെ അല്ല. നീ 7 ദിവസം ഇരുന്നത് വെറുതെ അല്ല. ഈ സന്തോഷം നീ ഇപ്പൊ ഹൃദയത്തിനകത്ത് അനുഭവിക്കുന്നില്ലേ? നിന്റെ വീട്ടിൽ ഇത് പറഞ്ഞടാ, ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞില്ലേടാ? നിന്റെ വീട്ടിലുള്ളവർ പറഞ്ഞില്ലേ? ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞില്ലേ? അവർ നിന്റെ അനുഗ്രഹം കണ്ട് കണ്ണ് തള്ളാൻ പോകണം. എടാ, അങ്ങനെ സംഭവിക്കണം. നിന്റെ വീട്ടിൽ ഇപ്പൊ കിടക്കുന്ന വീട്ടിൽ നിന്ന് യവ ഇറങ്ങി പോടാന്ന് പറഞ്ഞു. യവ അസമാധാനം ഉണ്ടാക്കിയവനാ. 7 ദിവസം ഇരുന്നു. ചോദിച്ചത് 1, കൊടുത്തത് 1000. ചോദിച്ചൊരു പൂവ്, കൊടുത്തതൊരു പൂന്തോട്ടം. ചോദിച്ചതൊരു നിസ്സാരമായ റോസാപ്പൂവ്, ദൈവം കൊടുത്തതൊരു റോസാ തോട്ടം. കൊടുക്കുന്നുണ്ടെങ്കിൽ വലിയ കൊള്ളകൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇത് അടുത്ത് വരുന്നൊരു വലിയ കൊള്ള വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറയും, ബ്രദറെ, ആർത്തി എലി അത്യാഗ്രഹിക്ക് ഉള്ളതൂടെ പോകുന്നു പറയും. വചനത്തിൽ വേറൊന്നുണ്ട്. അധ്വാനിക്കാത്തവനെ കൂടെ എടുത്ത് 10 നേടിയവന് ആ 2 കൂടെ എടുത്ത് കൊടുക്കും. ഉള്ളവനാ കൊടുക്കണത്. കിട്ടിയവൻ പ്രാർത്ഥനയും അവസാനിപ്പിച്ചിട്ട് ഇപ്പം അറ്റടുത്താണ് പരിപാടി. നിൻ്റെ അത് പോവും. ആദ്യം യേശുവേ എന്ന് വിളിച്ചു, ഇപ്പം കിട്ടി. പള്ളിയിലും പോണില്ല, ഇപ്പം പള്ളിയിൽ പോലും കയറില്ല. ഇപ്പം കൊടുത്ത വീട്ടിൽ നിന്ന് ഓട്ടാ, വീട്ടുകാർ വിളിക്കുന്നു, ജോലിക്ക് വന്നു. ഞായറാഴ്ച കളഞ്ഞു. ഉള്ളതും പോവും. ഉള്ളതെടുത്ത് ഈ ഉള്ളവനെടുത്ത് കൊടുക്കും. നീ ചോദിച്ചിട്ടല്ല തരുന്നത്. ഒരുവൻ പറഞ്ഞു, ഒരു എസ്തർ ഉപവസിച്ചപ്പോൾ, ഹാമാൻ്റെ വീട്. എസ്തർ ഉപവസിച്ച് എന്തിനാ ഉപവസിച്ചേ?
മൊർദെഖായി ഒന്ന് രക്ഷപ്പെടുത്തണം അല്ലേ? ഈ വലിയ അപകടത്തിൽ നിന്നും ഉപവസിച്ചേ ഉള്ളൂ. എസ്തർ ഉപവസിച്ചു, രാജകൊട്ടാരത്തിൽ ഉപവസിച്ചപ്പോൾ സ്വർഗം കൊടുത്ത എന്താ? ഹാമാനെ കഴിവരത്ത് തൂക്കുകയും ചെയ്തു. ഹാമാൻ്റെ വീടെടുത്ത് ആർക്ക് കൊടുത്തു? എസ്തറിന് കൊടുത്തു. എസ്തറിന് കിട്ടി. വീട്ടിന് വേണ്ടി ഉപവസിച്ചില്ല, എൻ്റെ പ്രശ്നം മാറാൻ വേണ്ടിയേ ഉപവസിച്ചുള്ളൂ. കർത്താവ് ഇപ്പം നിൽക്കുന്ന പ്രതികൂലം മാറിപ്പോണം. അങ്ങനെ ആരെങ്കിലും ഉപവസിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ ചില വീട് നിനക്ക് വരുന്നുണ്ട്. അങ്ങനൊരു സാധനം ഇതിനകത്തുണ്ട്, മനസ്സുണ്ടെങ്കിൽ പിടിച്ചെടുത്തോ, മനസ്സുണ്ടെങ്കിൽ എടുത്താൽ മതി. മനസ്സുണ്ടെങ്കിൽ, അതാണ് ദൈവം പറയുന്നത്, എൻ്റെ പൈതൽ അറിഞ്ഞു കൊടുക്കാൻ തുടങ്ങിയ ഒരു കണ്ടെയ്നറിൽ വന്നിറങ്ങും. എൻ്റെ പൈതലിന് കൊടുക്കുന്നത് ഗുഡ്സാട്ടയിലും അല്ല, ലോറിയിലും അല്ല, ഒരു കണ്ടെയ്നറിലാണ് വന്നിറങ്ങാൻ പോണത്. നിന്റെ കണ്ണ് തള്ളത്തക്കം ദൈവം പ്രവർത്തിക്കാൻ പോകുന്നു. നിന്റെ തലമുറയിൽ വന്ന് വീഴുന്നുണ്ട് കേട്ടോ, നിങ്ങളുടെ തലമുറയിൽ വീഴുന്നുണ്ട്, പിടിച്ചെടുത്തോ. ഇതെല്ലാം നിങ്ങളുടെ തലമുറയിൽ വന്ന് വീഴുന്ന ദൂതുകളാണ്. ഞാൻ കണ്ണ് തള്ളി 2023 ഒരുപാട് പേർക്ക് കൊടുത്തു, ഒരുപാട് പേർക്ക് അരി വാങ്ങിച്ചു കൊടുക്കും, ഒരുപാട് പേർക്ക് എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യും. ഉച്ചയായപ്പോൾ വന്നിറങ്ങണ ചാക്കണ അരി, ഉപ്പ് 1 ലാക്ക്, സവാള, ഇവൻ്റെ കണ്ട ഞാൻ കണ്ണ് തള്ളി. കർത്താവ്, ഇത് എനിക്കാണോ കൊണ്ടുവന്നത്? ഞാൻ കണ്ണ് തള്ളിയിട്ടുണ്ടെങ്കിൽ കൂടെ വന്നവർ പറഞ്ഞു, സാധനങ്ങൾ വന്നിറങ്ങുന്നുണ്ട് കേട്ടോ, അങ്ങനെ സാധനങ്ങളൊക്കെ വന്നിറങ്ങുന്നുണ്ട്. കാര്യം എന്താ? ഈ കൈ കൊടുക്കാനേ പഠിച്ചിട്ടുള്ളൂ, കൊടുത്താൽ ഇന്നല്ലെങ്കിൽ നാളെ അത് മടങ്ങി വരും, ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ 100 മടങ്ങ് നീ പ്രതീക്ഷിക്കാത്ത നന്മകൾ കടന്നു വരുന്നതാണ്. അടുത്ത ഭാഗത്തേക്ക് പോകാം. നീതി ന്യായത്തോടെ കൂടെ സ്ഥാപിച്ചു, നിലനിർത്തുന്ന വർഷമാണ്, മറക്കരുത്. ഈ വർഷം നിങ്ങളുടെ അനുഗ്രഹത്തെ നിലനിർത്തും. വളരെ സന്തോഷത്തോടെ നിങ്ങൾക്ക് പോകാം. നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹം നഷ്ടപ്പെടില്ല, നിങ്ങൾ ഉപവസിച്ച് പ്രാപിച്ച നഷ്ടപ്പെടത്തില്ല. നിങ്ങൾ വളരെ ആത്മാർത്ഥത്തോടെ ആയിരിക്കണം, കളയരുത്. നിങ്ങളെ വിശുദ്ധിയെ നിങ്ങൾ കളയരുത്, പന്നീരടയിൽ കൊണ്ടിടരുത്. ദൈവമില്ലാത്ത കൂട്ടുകെട്ടുകൾ, ദൈവമക്കളെ നിങ്ങൾ ആരും ദൈവമില്ലാത്തടത്ത് നിന്നിരിക്കരുത്. കൂട്ടുകെട്ടുകൾ, പരദൂഷണം എന്നെപ്പോലെ പണ്ടുണ്ടായിരുന്നു, അതൊന്നും ചെയ്യരുത്. നമ്മൾ യേശുവിൻ്റെ മക്കളായിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഹൃദയം തുറന്നൊരു സാക്ഷിയായിരുന്നു എനിക്ക് ദൈവം വിട്ടുതന്നത്, അല്ലേ? ഹല്ലേലൂയ. പണ്ട് എന്നെ കണ്ട് പലരും പറഞ്ഞവരും കളിയാക്കിയവരെല്ലാം ഇന്ന് പലരും എൻ്റെ അതിശയം, ഞാൻ പോകുന്ന കാറ് കണ്ട്, ഞാൻ വണ്ടി ഓട്ടിച്ചുകൊണ്ട് പോകുമ്പോൾ പലരും എൻ്റെ വാഹനത്തെ നോക്കി കണ്ണ് തള്ളും. കാര്യമെന്ത്? കണ്ണ് തള്ളിക്കുന്ന ദൈവത്തെ ഞാൻ സേവിച്ചത്. ഹല്ലേലൂയ. അടുത്ത ഭാഗത്തേക്ക് വരാം. വായിച്ചത്, അവൻ നിലനിർത്തുന്ന, മറക്കരുത്, നിലനിർത്തും. ഇതാരൊക്കെ സ്വീകരിക്കുന്നുണ്ടോ, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് ഈ വചനം കേൾക്കുന്നവർക്ക് നിങ്ങളുടെ അനുഗ്രഹം നഷ്ടപ്പെടത്തില്ല, ദൈവം നിലനിർത്തും. അത് യേശുവിൻ്റെ കരങ്ങളിൽ തന്നെ ആയിരിക്കണം, വേറെ ആരെ കരങ്ങളിൽ കൊടുക്കരുത്. അത് യേശുവിൻ്റെ കരങ്ങളിൽ തന്നെ ആയിരിക്കണമെന്ന് വചനം നിങ്ങളെ ഉറപ്പിക്കുകയാണ്. അടുത്ത് വായിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത, നോക്കണം, സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും. ആമേൻ. കണ്ട, നിവർത്തിക്കും. നിലനിർത്തുമ്പോ ചിലത് നിവർത്തിക്കുന്ന ദൈവം. നിലനിർത്തുമ്പോ ചിലതിനെ നിവർത്തിക്കുന്ന ദൈവം. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താണ് ശക്തിയോടെ. ഹല്ലേലൂയ. നിലനിർത്ത്. നീതിയോടെ സ്ഥാപിച്ച് അവൻ സ്ഥാപിക്കുന്നതെല്ലാം നിലനിർത്തും. ഹല്ലേലൂയ. ദൈവം നിലനിർത്തും. അവനെ നിവർത്തിക്കുന്ന വർഷം നിവർത്തിക്കും. 2023 കയ്യിൽ നിന്ന് പോയതെല്ലാം മടങ്ങി വരും. നിന്റെ കയ്യിൽ നിന്ന് പോയതെല്ലാം കയ്യിൽ മടങ്ങി വരും. കർത്താവേ, എൻ്റെ കയ്യിൽ വരുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ആരൊക്കെ കൈ ഉയർത്തി പറയും? 2 കൈ ഉയർത്തി പറഞ്ഞോ, എൻ്റെ കയ്യിലോട്ടി വരുന്ന അനുഗ്രഹത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാണ്. അടുത്ത് വായിക്കുന്നു. നീതിയോടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണതയാണ് കേട്ടോ. ജ്വലിക്കുന്ന അഗ്നിജ്വാലയ്ക്കുള്ള കണ്ണാണ്
നിന്റെ കൂടെ നിൽക്കുന്നത്. തീഷ്ണതയുണ്ട് ദൈവത്തിന്. നീ എന്തെങ്കിലും കുണ്ടായ്പ് കാണിച്ചിട്ട് ഇവിടെ വന്നിട്ട് വേറെ എവിടെയെങ്കിലും പോയി നിന്നാൽ തൂക്കിയെടുക്കും. ഇങ്ങനെ ഒരു മുടി തൂക്കിയെടുത്തിട്ട് ഒരു കറക്കുണ്ട്, പമ്പരം കറക്കുമല്ല, ഇങ്ങനെ കറക്കിയിട്ട് ഇങ്ങനെ ഒരു നൂല്, ഒരു കല്ല്. ഞാൻ പണ്ട് ചെയ്തൊരു പരിപാടിയാണ്. കയറിൽ കല്ല് കെട്ടും, എന്നിട്ട് ഞാൻ ഇന്ന് കറക്കും, ഇങ്ങനെ കറക്കും. മക്കൾ ആരും ഏറ്റെടുക്കല്ലേ, തല വേണം. ഇങ്ങനെ കറക്കിയിട്ട് വയ്യ വിട്ടു കൊടുക്കും. ചെന്ന് യാവൻ്റെങ്കിലും മണ്ടയിലടിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കാലം പൊട്ടിയിരിക്കും. അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എവിടത്തെങ്കിലും പൊട്ടിയിരിക്കും. അല്ലെങ്കിൽ ഇന്നത്തെ വീടെല്ലാം ഗ്ലാസ് ആയതുകൊണ്ട് കറക്കരുത്, നമ്മളെ ജനലൊക്കെ പൊട്ടും. എന്തെങ്കിലും കുണ്ടായ്പ് കാണിച്ച കല്ല് കയറി കെട്ടും. നല്ല രസമായിരിക്കും. കറക്കിയിട്ട് വിട്ടുകൊടുക്കും. കഴിഞ്ഞ ആഴ്ച എടുത്ത് തൊഴുതുകൊണ്ട് നിന്ന് ഇതാ വന്നൊരു ബൈക്ക് ഒറ്റ ഇടി കറക്കി കൊടുത്തു. പഞ്ചറായി. വേറെ ഒന്നുമില്ല, പഞ്ചറല്ല, ഡേഞ്ചറായി. എല്ലു വരെ പൊട്ടി. പേടിപ്പെടുത്തണമല്ല, ജ്വലിക്കുന്നവൻ്റെ കണ്ണ് നിന്റെ മേലുണ്ട്. തീഷ്ണത. നീ പോകുന്നിടത്തല്ല ഈ കണ്ണ് കാണും. ഇത് വേണ്ടേ? ഇത് വേണോ വേണ്ടേ? എൻ്റെ കൂടെ വേണം. നെഞ്ചിൽ തൊട്ടുറ ഈ തീഷ്ണ എൻ്റെ യാത്രയിൽ വേണം. ഞാൻ ഉറങ്ങുമ്പോൾ വേണം, ഉണരുമ്പോൾ വേണം, എഴുന്നേൽക്കുമ്പോൾ വേണം. ഞാൻ പോകുന്നിടത്തല്ല എൻ്റെ ശുശ്രൂഷയിൽ, 2024 ശുശ്രൂഷയിൽ ഞാൻ പോകുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ തീഷ്ണത എൻ്റെ മേൽ വന്ന് വീഴട്ടെ, എൻ്റെ മേൽ വന്ന് വീഴട്ടെ. ഓ, ജ്വലിക്കുന്ന തീഷ്ണത എൻ്റെ ശുശ്രൂഷയുടെ ലെവലുകളെ മാറ്റത്തൊക്കെ വേണം. തീഷ്ണത എൻ്റെ തലയിൽ വീഴട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ തലയിൽ വീഴട്ടെ ആ തീഷ്ണത. എൻ്റെ ശുശ്രൂഷയ്ക്ക് അത് വേണം. ഞാൻ പോയെടുത്ത് അതാ സംഭവിച്ചത്. ഇപ്പോഴും ഞാൻ പോയെടുത്ത് അതാ സംഭവിച്ചത്. അങ്ങനെയാണ് നിങ്ങൾ പോകുന്നിടത്തെല്ലാം സംഭവിക്കും. ആമേ. തീഷ്ണത അതിനെ നിവർത്തിക്കും. അടുത്ത് പറയുന്നു, കർത്താവ് യാക്കോബിൽ ഒരു വചനം അയച്ചു, അത് ഇസ്രായേൽ വീണു ഇരിക്കുന്നു. മതി. ഒരു വചനം അയച്ചു ഇസ്രായേലിൽ വീണു. വചനം അയക്കും. വചനം ആരാ? ദൈവം. വചനം ദൈവമാണ്. ഒരു വാക്ക് പറഞ്ഞാൽ മതി. ദൈവം ഒരു വാക്ക് നിങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ മതി. ആമേ. ഹല്ലേലൂയ. അനുഗ്രഹത്തിൻ്റെ വർധനയുടെ വർഷമാണ് 2024. അതുകൊണ്ട് അടുത്ത വചനത്തിലേക്ക് പറയുകയാണ്. ആമേ. അടുത്ത വചനത്തിലേക്ക് ഞങ്ങൾ പറയുകയാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 28:14 വാക്യം. ഉൽപ്പത്തി പുസ്തകം 28:14 വാക്യം. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെ ആകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ചിരിച്ചുകൊണ്ട് പറ, അനുഗ്രഹിക്കപ്പെടും. എവിടെയൊക്കെ? എവിടെ? ഭൂമിയിൽ നിന്നും പൊടി പോലെ ആകും. പിന്നെ അടുത്ത് പറയുക, നീ പടിഞ്ഞാറോട്ട് പോകും, വർദ്ധിക്കും. പടിഞ്ഞാറോട്ടൊരു വർധന. പടിഞ്ഞാറോട്ടൊരു വർധന പറയുമ്പോൾ അടുത്ത് പറയുന്നത് പടിഞ്ഞാറ് തീരത്തില്ല. പടിഞ്ഞാറ് പോയി അത് അവസാനിക്കത്തില്ല. അത് കിഴക്കോട്ട് പോകും. കിഴക്കോട്ട് പോയി അവസാനിക്കത്തില്ല. കിഴക്ക് പോകും. ആമേ. അവിടെ അവസാനിക്കത്തില്ല. അടുത്ത് പറയുന്നു. ആമേ. ഹല്ലേലൂയ. ആമേ. കിഴക്കോട്ട് പോയി കഴിഞ്ഞാ തെക്കോട്ട് പോകും. അവിടെയും തീരത്തില്ല. തെക്കോട്ട് പോകും. അടുത്ത് വടക്കോട്ടും. 4 ദിക്കിലും പരക്കത്തക്ക വണ്ണം നിന്റെ ശുശ്രൂഷ. ദൈവദാസന്മാരെ, 2024 നിങ്ങളെ 4 ദിക്കിൽ പരത്തക്ക ശുശ്രൂഷകൾ വ്യാപരിക്കും. ഇത് ദൈവസഭയോടും ഇന്ന് ശുശ്രൂഷ ഇല്ലാതിരിക്കുന്ന ദൈവദാസന്മാരോട് പറയുക. 2024 ആത്മാവിന്റെ ദൂത് ദൈവദാസന്മാരോട് പറഞ്ഞു. ഞാൻ പറയാൻ യോഗ്യനല്ലെങ്കിലും എന്നെ കൊണ്ട് പറയുന്ന യോഗ്യനായ ഒരു കർത്താവുണ്ട്. ഇന്ന് ശുശ്രൂഷ ഇല്ലാതെ വീടുമായി ആലയങ്ങൾ പൂട്ടിപ്പോയി.
ഒരു ശുശ്രൂഷയ്ക്ക് ആരും വിളിക്കണില്ല. ഒരു സ്തോത്ര കാഴ്ച പോലെ കിട്ടാൻ എത്രയോ ദേവദാസന്മാരും വീട്ടിയിരിക്കുന്നു. 4 ദിക്കിലും വ്യാപരിക്കത്തക്ക വണ്ണം, ഒരു പടരത്തക്ക വണ്ണം 2024 വർധന. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ശക്തിയോടെ ഹല്ലേലൂയ, ആമേ. പടരട്ടെ, പടരട്ടെ, പടരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് എങ്ങനെ വടക്കോട്ട് തെക്കോട്ട്, ആമേ, മുഖാന്തരം, ആമേ, പടിഞ്ഞാറ് കിഴക്ക്, 4 വൻകരകളിലോ, 4 വൻകരകളിലോ ഒരു ദൈവ പ്രവൃത്തി വ്യാപരിക്കത്തക്ക വണ്ണം 4 സ്ഥലത്തൊന്നും നന്മകൾ വരും. നിങ്ങൾ ഇരിക്കുന്ന സ്ഥാപനത്തിൽ, ജോലി ചെയ്യുന്ന സ്ഥലത്തിൽ, നമ്മുടെ വേണ്ടപ്പെട്ടവരോട് പറയുക, എൻ്റെ ഇതിൽ കൂടെ കേൾക്കുന്ന ചാനലിലൂടെ കേൾക്കുന്ന ദൈവമക്കളെ പറയുക, നിങ്ങൾക്ക് 4 സ്ഥലത്തുനിന്ന് നന്മ വരും. ഇത് കേൾക്കുമ്പോൾ ചാടി വീഴുന്ന ആരാധിക്ക്, കരമടിച്ചത് സ്വീകരിക്കേ. മനസ്സിലായോ? നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം, ജോലി ചെയ്യുന്ന സ്ഥലത്ത് 4 ദിക്കിന്ന് നന്മകൾ വരും. ഇനി ഇരുന്നും കൊണ്ട് വെള്ളം കുടിച്ചാവെന്ന് ചോദിക്കാൻ സമയം കിട്ടൂല. വെള്ളം എടുത്തു വെച്ചുകൊണ്ടിരിക്കും. ഇനി വെള്ളം എടുക്കാൻ വേണ്ടി ഒരു പ്യൂണിനെ നിർത്തി തരും. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊണ്ട് തരാനും അത്ര തിരക്കേറുന്ന രീതിയിൽ, നിന്നെ ബിസിയാക്കുന്ന രീതിയിൽ നീ ഇന്നലെ വരെയും വെള്ളം കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഈ വർഷത്തെ ദൂത അങ്ങനെ നീ ഇന്നലെ വരെ കോരിക്കൊണ്ട് കൊടുത്തു. ഇനി മോളെ, നീ കോരി വെച്ചത് ഇന്നലെ വരെ നീ കോരാൻ പോയി, ഇന്ന് നീ കോരാൻ പോണ. കോരി വെച്ചത് നീ കുടിക്കും. കോരി വെച്ചത് കുടിക്കുന്ന വർഷം 2024. 23 കോരിയിട്ടുണ്ടെങ്കിൽ 2024 കോരി വെച്ച അനുഭവങ്ങൾ നിങ്ങളുടെ കയ്യിൽ വരാൻ പോകുന്നു. പിടിച്ചെടുത്തോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണടച്ച് കരം പിടിക്കുക. നമ്മൾ ഈ ഉപവാസത്തിൻ്റെ അവസാനത്തെ സെക്കൻഡിൽ ഒരു ആശീർവാദം പറഞ്ഞ് അയക്കുകയാണ്. ഒരു വീര്യപ്രവൃത്തിയോടെ മറക്കരുത്. നിന്റെ പടി ചവിട്ടുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വീര്യം ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ ഒരു കാല് പടിയിൽ വയ്ക്കാൻ പറയണം. മറക്കരുത്. യേശുവിൻ്റെ നാമത്തിൽ വീര്യം. ചവിട്ടുമ്പോൾ ചിലത് കീറിപ്പളത് പോകും. പിശാചുകളൊക്കെ എല്ലാം നിൽക്കുമ്പോൾ തന്നെ മുട്ടുമേൽ നിൽക്കാൻ പറയും. മുട്ടുമേൽ നിന്നോ, അല്ലാത്തവർ കരം പിടിച്ച് നിന്നോ. ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിത്യനും പരിശുദ്ധനായ സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് പകൽക്കാല ദൈവം അനുഗ്രഹിച്ചനായ സ്തോത്രം. ഈ ഉപവാസത്തിൻ്റെ അടിയൻ്റെ 8 ദിവസത്തെ ഉപവാസ പ്രവർത്തിൻ്റെ വിരാമത്തിൻ്റെ സമയമാണ്. ദൈവമേ, തൻ്റെ മക്കളോട് തന്നിലൂടെ വ്യാപരിച്ച തീ, തൻ്റെ അകത്തല്ല തീ പിടിച്ചത്, വസ്ത്രത്തിൽ തീ പിടിച്ചു. ഇന്ന് പലത് കത്തുവാനിട വന്നു. ഇവിടെ നടന്ന സ്ഫോടനങ്ങൾ, ഇത് വലിയ സ്ഫോടനമായി പല രാജ്യങ്ങൾ സംഭവിക്കത്തക്ക വണ്ണം, ഭൂമിയുടെ വൻകരകളിൽ സംഭവിക്കത്തക്ക വണ്ണം, 14 ജില്ലകളിൽ സംഭവിക്കത്തക്ക വണ്ണം, വിദേശ രാജ്യങ്ങൾ സംഭവിക്കത്തക്ക വണ്ണം, നോർത്ത് ഇന്ത്യയിൽ സംഭവിക്കത്തക്ക വണ്ണം, ഇത് തമിഴ്നാട് സംഭവിക്കുന്നുണ്ട്. തമിഴ്നാട് സംഭവിക്കുന്നുണ്ട്. ഇത് ശുശ്രൂഷകൾ തമിഴ്നാട് സംഭവിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെ മേൽ ദൈവം പ്രവർത്തിച്ചനായ സ്തോത്രം. ദൈവം ഞങ്ങളോട് സംസാരിച്ചനായ സ്തോത്രം. കർത്താവെ, 8 ദിവസവും എൻ്റെ കുഞ്ഞുങ്ങളെ, അടിയനെയും എൻ്റെ മക്കളെ 7 ദിവസവും നിർത്തിയനായ സ്തോത്രം. അവർ നേടിയ അനുഗ്രഹങ്ങളും നന്മകളും ദൂതുകളൊന്നും നഷ്ടപ്പെടാതെ ഒരായുസോടെ, ദീർഘായുസോടെ, ഈ വർഷം ദീർഘായുസുണ്ട്, അനുഗ്രഹമുണ്ട്. ഞാൻ നിവർത്തിച്ച് തരും. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നിവർത്തിക്കുന്ന വർഷമാണ്. വർധനയുടെ വർഷമാണ് 2024. ഇന്ന് ഓഫീസ് തലത്തിൽ ജോലി ചെയ്യുന്ന കോൺസ്റ്റബിളുകളെ സി ആയി മാറുന്നതും, സി അടുത്ത DGP തലത്തിൽ പോകത്തക്ക വണ്ണം ഉന്നതലത്തിൽ പദവികൾ, ആധിപത്യങ്ങൾ വരുന്ന വർഷം. സകലത്തിൻ്റെ മേൽ എല്ലാ തലത്തിലും ഒരു വർധന ഉള്ളതിനെ ഓർത്ത് പ്രമോഷൻ നേടുന്നതിനായി സ്തോത്രം. ഈ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ആയുസ്സും ആരോഗ്യ ദീർഘായുസ് നിറയ്ക്കണം. യാതൊരു ആപത്തിൽ വരല്. ചാനലിലൂടെ, മന്ന TV-യുടെയും മീഡിയ ടുഡേയിലൂടെ, യൂട്യൂബിലൂടെ എല്ലാ സകലവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷ തൻ്റെ മക്കൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ, ഒരത്ഭുതമായി മാറട്ടെ, യേശുവിൻ്റെ വീര്യപ്രവൃത്തിയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഞാൻ രക്തം കൊണ്ട് മുദ്രയിടുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ.